കരുവന്നൂർ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട തട്ടിപ്പിൽ CPIM-ന് വലിയ പങ്കുണ്ട് എന്ന് വരുത്തി തീർത്ത് ഒരു പുകമറ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് രാഷ്ട്രീയ പ്രേരിതമായ രീതിയിൽ ഇത്തരം ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സംസ്ഥാന മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ പല അവരുടെ നേട്ടങ്ങളും കരസ്ഥമാക്കിക്കൊണ്ടിരിക്കുകയാണ്. കരുവന്നൂരിൽ കലാശക്കളിയോ? പാർട്ടിയെ പ്രതി ചേർത്ത് പാർട്ടി ഓഫീസിനായി വാങ്ങിയ മണ്ണടക്കം കണ്ടുകെട്ടി ED. രാഷ്ട്രീയ വേട്ടയെന്ന പ്രതിരോധമുയർത്തി CPM. കൂടുതൽ നേതാക്കളെ പ്രതി ചേർക്കാനുള്ള നടപടിയുമായി ED മുന്നോട്ടെങ്കിൽ കരുവന്നൂരിൽ കലാശപ്പോരോ? ED ലക്ഷ്യമിടുന്നതെന്ത്? രാഷ്ട്രീയ വേട്ട മാത്രമോ? നിക്ഷേപകർക്ക് നീതി കിട്ടിയോ? ഈ ചോദ്യങ്ങളാണ് സൂപ്പർ പ്രൈം ടൈം എന്ന വിശദമായ ചർച്ചയ്ക്ക് മുന്നോട്ട് വെക്കുന്നത്. നമ്മളോടൊപ്പം അതിഥികൾ ചേരും. അഡ്വക്കേറ്റ് K. അനിൽകുമാർ CPM-ൽ നിന്ന്, ശ്രീ VR അനൂപ് കോൺഗ്രസിൽ നിന്ന്, അഡ്വക്കേറ്റ് കൃഷ്ണദാസ് BJP-യിൽ നിന്ന്. സ്വാഗതം വിശദമായ ചർച്ചയിലേക്ക്. കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. അവിടെ പണമടച്ച് വിശ്വാസ്യതയുടെ പേരിൽ മാത്രം, സഹകരണ പ്രസ്ഥാനത്തോടുള്ള വിശ്വാസ്യതയുടെ പേരിൽ മാത്രം അവനവൻ്റെ ജീവിത സമ്പാദ്യങ്ങളാകെ അവിടെ കൊണ്ടുപോയി നിക്ഷേപിച്ച് അതിൻ്റെ പേരിൽ ഏറെക്കാലം മഴയത്തു നിൽക്കേണ്ടി വന്ന മനുഷ്യരുടെ കഥ കൂടി പറയുന്നുണ്ട് കരുവന്നൂർ കേരളത്തോട്. അവിടെ തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്ന് കണ്ടെത്തിയത് സഹകരണ രജിസ്ട്രാർ തന്നെയാണ്. ക്രൈംബ്രാഞ്ച് അന്വേഷണം ഉണ്ടായിരുന്നു. ED പിന്നീട് കളത്തിലിറങ്ങുന്നു. ED വരുമ്പോൾ അതിൻ്റെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളെ CPM ചോദ്യം ചെയ്യുന്നു. CPM-ന്റെ പ്രധാനപ്പെട്ട നേതാക്കളെ ചോദ്യം ചെയ്യുന്നു, അറസ്റ്റ് ചെയ്യുന്നു, അവർ ജയിലിലാകുന്നു. ഇങ്ങനെ പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങൾക്കെല്ലാം ഒടുവിൽ പാർട്ടിയെ തന്നെ പ്രതി ചേർക്കുകയാണ് ED. പാർട്ടി കമ്മിറ്റി ഓഫീസ് പണിയാൻ വേണ്ടി വാങ്ങിയ 5 സെന്റ് സ്ഥലം അതടക്കം കണ്ടുകെട്ടിക്കൊണ്ടുള്ള നടപടി പോകുന്നു. ഈ ഘട്ടത്തിലാണ് ഇതൊരു രാഷ്ട്രീയ വേട്ടയാണ്, നിയമപരമായും രാഷ്ട്രീയമായും അതിനെ നേരിടണം എന്ന് പാർട്ടി സെക്രട്ടറി വ്യക്തമാക്കുകയും ചെയ്യുന്നത്. അഡ്വക്കേറ്റ് K. അനിൽകുമാർ, അങ്ങേക്ക് എന്നെ കേൾക്കാമോ? അദ്ദേഹം പെട്ടെന്ന് തന്നെ നമ്മളോടൊപ്പം ചേരുമെന്ന് വിചാരിക്കുന്നു. സാങ്കേതിക തടസ്സം മാത്രമാണുള്ളത്. ഞാൻ വരാം. ശ്രീ കൃഷ്ണദാസ്, ഇപ്പോൾ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി അടക്കം പറയുന്നത് ഇതൊരു രാഷ്ട്രീയ വേട്ടയാണ്, രാഷ്ട്രീയ വേട്ടയല്ലാതെ മറ്റെന്താണ് എന്നുള്ളതാണ്. ED കാണിക്കുന്നത് തോന്നിയവാസമാണ്, ഇവിടെ CPM-നെതിരെ നടക്കുന്ന വേട്ട മാത്രമാണ് എന്നുള്ളതാണ് CPM പറയുന്നത്. എന്താണ് കേന്ദ്ര സർക്കാരിന്റെ BJP-ക്ക് ഇതിലുള്ള രാഷ്ട്രീയ താല്പര്യം? മാധു, ഇത് രാഷ്ട്രീയ വേട്ടയാണ് എന്ന് എന്തടിസ്ഥാനത്തിലാണെന്ന് പറയേണ്ടതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം നമുക്കറിയാം, ഇത് താങ്കൾ തന്നെ ഇപ്പോൾ സൂചിപ്പിച്ചു, ഇത് ആദ്യം ഈ സംഗതി പുറത്തു കൊണ്ടുവരുന്നത് സഹകരണ രജിസ്ട്രാറാണ്. സഹകരണ രജിസ്ട്രാർ എന്ന് പറയുമ്പോൾ കേരള സർക്കാരിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു വിഭാഗമാണ് ഇതാദ്യം ഈ തട്ടിപ്പ് പുറത്ത് കൊണ്ടുവരുന്നത്. അതിനുശേഷം നമുക്കറിയാം, കേരള പോലീസിൻ്റെ ക്രൈംബ്രാഞ്ചാണ് 16 FIR ഇട്ടത്. 1ഉം 2ഉമല്ല, 16 FIR ഇട്ടിരിക്കുന്നത് കേരള പോലീസിൻ്റെ ക്രൈംബ്രാഞ്ചാണ്. പിന്നീടാണ് ഇത് ED അന്വേഷിക്കുന്നത്. ഇനി രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് നമുക്ക് അനുമാനിക്കാം, രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന്. BJP ഇത് രാഷ്ട്രീയ പ്രേരിതമാക്കാൻ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ഇത് ഇലക്ഷൻ നടക്കുന്നതിന് മുമ്പ് തന്നെ ഈ CPM-നെ പ്രതി ചേർക്കുന്ന പണി ചെയ്യുമായിരുന്നില്ലേ? എന്തിനാ ഇലക്ഷൻ കഴിയുന്നവരെ കാത്തിരിക്കേണ്ട കാര്യമുണ്ടായിരുന്നോ? അപ്പോൾ ഇത് യാതൊരു വിധത്തിലുള്ള രാഷ്ട്രീയവും ഇതിൽ കലർത്തേണ്ട ആവശ്യമില്ല. കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുക എന്നാണ് ചെയ്യേണ്ടത്. മാധു, ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്, ഇത്രയും കാലം CPM പറഞ്ഞിരുന്നത് എന്താ? ഇത് CPM-ന് ഇതിന് യാതൊരു ബന്ധവുമില്ല, അവിടുത്തെ ചില ജീവനക്കാർ നടത്തിയ തട്ടിപ്പാണ് എന്നാണ് ഇത്രയും കാലം CPM പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്താ? പാർട്ടിക്ക് ഇതിൽ നേരിട്ട് ബന്ധമുണ്ട് എന്ന് വ്യക്തമായ തെളിവുകൾ ഉണ്ട് എന്ന് ED പറയുന്നു. പാർട്ടിയുടെ സ്ഥലം അറ്റാച്ച് ചെയ്യുന്നു. ഏതാണ്ട് 8ഓളം ബാങ്ക് അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്യുന്നു. അതിൽ MM വർഗീസിൻ്റെ അക്കൗണ്ട് ഫ്രീസ് ചെയ്യുന്നു, പാർട്ടിയുടെ അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്യുന്നു. അപ്പോൾ വ്യക്തമായ ഈ പറയുന്ന തെളിവില്ലാതെ ഇതൊന്നും ചെയ്യില്ല എന്ന് നമുക്ക് 100% ഉറപ്പുണ്ട്. CPM ചങ്കൂറ്റമുണ്ടെങ്കിൽ ഇത് ഹൈക്കോടതി പോയി ചാലഞ്ച് ചെയ്യണം എന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് പറയാനുള്ളത്. ചുരുങ്ങിയ രീതിയിൽ CPM ചെയ്യേണ്ടത്, ഏറ്റവും മിനിമം ചെയ്യേണ്ടത്, കരുവന്നൂർ ഡെപ്പോസിറ്ററി അവിടെ നിക്ഷേപിച്ചിട്ടുള്ള ആളുകളോട് ചുരുങ്ങിയതെങ്കിലും അവർ മാപ്പ് പറയണം. കാരണം ഇപ്പോൾ പാർട്ടിക്ക് ഇതിൽ നേരിട്ട് ബന്ധമുണ്ട് എന്ന് തെളിവുകൾ പുറത്തു വന്നിരിക്കുന്നു. ശരി, അഡ്വക്കേറ്റ് K. അനിൽകുമാർ, ഇപ്പോൾ
രാഷ്ട്രീയ വേട്ടയെങ്കിൽ എന്തുകൊണ്ട് അത് ഇലക്ഷൻ സമയത്ത് ചെയ്യാമായിരുന്നില്ല? അങ്ങനെയാണെങ്കിൽ കൂടുതൽ പൊളിറ്റിക്കൽ മൈലേജ് കിട്ടുമായിരുന്നല്ലോ എന്നുള്ളതാണ് അഡ്വക്കേറ്റ് കൃഷ്ണദാസ് മുന്നോട്ട് വെക്കുന്ന ഒരു ചോദ്യം. രണ്ടാമത്തേത്, ED കൃത്യമായ തെളിവില്ലാതെ ഇത്തരം കാര്യങ്ങൾ പാർട്ടിയെ പ്രതിചേർക്കുന്നതടക്കം സ്ഥലമടക്കം അറ്റാച്ച് ചെയ്യുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകില്ല എന്നു നമുക്ക് ഉറപ്പുണ്ട്. ആ ഉറപ്പ് CPM-നുണ്ടോ? അഡ്വക്കേറ്റ് അനിൽകുമാർ പറയുന്നത് എനിക്ക് കേൾക്കാൻ കഴിയുന്നില്ല പ്രൊഡ്യൂസർ. കർഷക വർഗമാണ്. ശ്രീ അനിൽകുമാർ, അങ്ങേക്ക് കേൾക്കാമോ? ഹലോ, കൃത്യമാണ്, കേൾക്കുന്നുണ്ട്. കൃത്യമാണ്, പറഞ്ഞോളൂ, മറുപടി പറഞ്ഞോളൂ. ഞാൻ കേൾക്കുന്നുണ്ട്. ഫാസിസ്റ്റ് ശക്തികൾ അധികാരത്തിൽ ഇരിക്കുമ്പോൾ അവർ ഇന്ത്യ രാജ്യത്ത് അവരുടെ യഥാർത്ഥ ശത്രുക്കൾ ആരാണ് എന്ന് അവർക്ക് നന്നായിട്ടറിയാം. അത് ഈ രാജ്യത്തെ കർഷക വർഗമാണ്, തൊഴിലാളി വർഗമാണ്. അതിൻ്റെ രാഷ്ട്രീയ പാർട്ടിയാണ് CPIM. മാത്രമല്ല, കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം ലോകത്തെ എല്ലായിടത്തും ഫാസിസത്തിനെതിരായ പോരാട്ടത്തിൽ നിൽക്കുന്ന ദർശനമാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യ രാജ്യത്ത് CPIM-ന് പാർലമെൻറ്റിൽ അംഗങ്ങൾ കാര്യമായില്ല എന്ന യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോൾ തന്നെ ഈ പ്രസ്ഥാനത്തിന് ഇന്ത്യ രാജ്യത്തിനകത്തുള്ള പോരാട്ടശേഷി എന്താണ് എന്ന് മഹാരാഷ്ട്ര മുതൽ കർഷക സമരത്തിൽ തൊഴിലാളി വർഗം തെളിയിച്ചിട്ടുണ്ട്, കർഷക വർഗം തെളിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ പോരാട്ടത്തിൽ ഞങ്ങളുടെ പാർട്ടിയെ പ്രതിയാക്കിയത് ഒരാദരവായിട്ട് സ്വീകരിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളാണ് ശത്രുവെന്ന് മോദിക്ക് മനസ്സിലായി. ഇവരുടെ തലവനായിട്ടുള്ള മോഹൻ ഭഗവത് പറഞ്ഞു, കൾച്ചറൽ മാർക്സിസ്റ്റുകളാണ് ശത്രുക്കൾ. ആരാണ് കൾച്ചറൽ മാർക്സിസ്റ്റ്? RSS മുന്നോട്ട് വെക്കുന്ന സാംസ്കാരിക ദേശീയതയെ പോരടിച്ച് തകർക്കാൻ നിൽക്കുന്ന വർഗദേശീയതയുടെ വർഗരാഷ്ട്രീയത്തിൻ്റെ വക്താക്കൾ. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയമായിട്ടാണ് ഈ കടന്നാക്രമണമെന്നും ആ കടന്നാക്രമണത്തിൽ തല കുമ്പിടുകയല്ല, തല ഉയർത്തിപ്പിടിച്ച് തിരിച്ചടിക്കുകയാണ് തൊഴിലാളി വർഗത്തിൻ്റെ പ്രസ്ഥാനമായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്യാൻ പോകുന്നതെന്നും ആദ്യമേ പറയാം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, തെളിവുകളില്ലാതെ ED എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ള ന്യായമായ ചോദ്യമാണ്, ആർക്കും ചോദിക്കാവുന്നൊരു ചോദ്യമാണ്. ഇന്ന് മാതൃഭൂമി പത്രത്തിലെ വാർത്ത ഞാൻ കോട്ട് ചെയ്യുകയാണ്. എന്താ വാർത്ത? ഒരു ഹേമന്ത് സോറൻ എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രി 5 മാസമായിട്ട് ജയിലിലായിരുന്നു. ജാമ്യാപേക്ഷയുടെ ഉത്തരവിൽ എന്താ പറയുന്നത്? അദ്ദേഹം റാഞ്ചി നഗരത്തിൽ ഏതാണ്ട് 8 ഏക്കറോളം സ്ഥലം അദ്ദേഹം സ്വന്തമാക്കി എന്നാണ് ആ കേസ്. 5 മാസക്കാലം കഴിഞ്ഞിട്ട് ജാമ്യഹർജി വിചാരണയ്ക്ക് എടുക്കുമ്പോൾ കോടതിയുടെ മുമ്പാകെ ഈ മുഖ്യമന്ത്രിക്ക് ഈ കേസുമായുള്ള ബന്ധം തെളിയിക്കാൻ, സ്ഥലവുമായുള്ള ബന്ധം തെളിയിക്കാൻ EDക്ക് കഴിഞ്ഞില്ല. EDക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ ഇന്നത്തെ നിയമപ്രകാരം PMLA ആക്ട് അനുസരിച്ച് ഹേമന്ത് സോറിന് ജാമ്യം കിട്ടില്ല. അതുകൊണ്ട് ജാമ്യം കിട്ടിയപ്പോൾ കൃത്യമായിട്ട് പറയുന്നത് 5 മാസക്കാലം ഒരു മുഖ്യമന്ത്രിയെ നിങ്ങൾ ജയിലിലടച്ചു നിയമവിരുദ്ധമായി. കെജ്രിവാളിന് ജാമ്യം കൊടുത്ത കോടതി വിധി എന്താ പറയുന്നത്? ഒരു മാപ്പുസാക്ഷിയല്ലാതെ നിങ്ങളുടെ കൈവശം ഈ കെജ്രിവാളിനെ കൊടുക്കാൻ വേണ്ടി യാതൊരു വസ്തുതയുമില്ല. ആ മാപ്പുസാക്ഷി തന്നെ ആകട്ടെ എന്തു ചെയ്തു? 2 തവണ മൊഴി കൊടുത്തപ്പോഴും പറയാതിരുന്നൊരു കെജ്രിവാളിനെ പിന്നീട് സൃഷ്ടിച്ചു മാപ്പുസാക്ഷിയാകാൻ വേണ്ടി. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ പക്കൽ നിന്നും BJP-ക്കാർ ഇലക്ട്രൽ ബോണ്ട് വാങ്ങുകയും ചെയ്തു. അതൊരു പൊതു രാഷ്ട്രീയ സാഹചര്യം ശ്രീ അനിൽകുമാർ, അല്ല അതൊരു ദേശീയ രാഷ്ട്രീയ സാഹചര്യം. ഓക്കെ, അതൊരു ദേശീയ രാഷ്ട്രീയ സാഹചര്യം. എന്റെ ചോദ്യം അതായിരുന്നില്ലെങ്കിൽ വിശദീകരിക്കാനുള്ള സമയം ഞാൻ അങ്ങേക്ക് നൽകി. ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരമാണ്. ശരി ശരി ശരി. ഇനി ഒരു പ്രശ്നമുള്ളത് ശ്രീ കൃഷ്ണദാസ് പറഞ്ഞൊരു കാര്യമുണ്ട്. ശരി, കൃഷ്ണദാസ് പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് ഇതിപ്പോ ED വന്ന് അന്വേഷിച്ചല്ല കരുവന്നൂരിലെ പ്രശ്നങ്ങൾ തെളിഞ്ഞത്. അവിടെ ഒരു FIR വേണം. സഹകരണ രജിസ്ട്രാറാണ് ഇത് കണ്ടെത്തിയത്. ക്രൈംബ്രാഞ്ചിന്റെ 16 FIR-കളുണ്ട്. അപ്പോൾ അവിടെ തട്ടിപ്പ് നടന്നിട്ടുണ്ട്. അതിന്റെ ഭരണസമിതിക്ക് നേതൃത്വം നൽകിയ പാർട്ടി എന്ന നിലയിൽ CPM-ന് അതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് എങ്ങനെ മാറി നിൽക്കാൻ കഴിയും? ഇനി കൃത്യമായിട്ട് ഉത്തരം പറയാം. ഇവിടെ ഞാൻ ഇപ്പോഴും അഭ്യർത്ഥിക്കുന്നത് എന്താണ്? CPIM-ൻ്റെ അക്കൗണ്ടിലേക്ക് കരുവന്നൂരിലെ ബാങ്കിൽ നിന്നും തെറ്റായ ഏതെങ്കിലും പണം വന്നോ? ചോദ്യം ഇല്ല. ഉണ്ട്. ഇപ്പോൾ രേഖ ഹാജരാക്ക്. ഈ വസ്തു പാർട്ടിയുടെ ഒരു ബ്രാഞ്ച് കമ്മിറ്റി 5 സെൻറ്റ് വാങ്ങിച്ച, അല്ലാണ്ട് പാർട്ടിയുടെ സ്വത്ത് കണ്ടുകെട്ടി നിങ്ങൾക്ക് പുരട്ടണ്ട. ഒരു 5 സെൻറ്റ് സ്ഥലം അവിടുത്തെ ബ്രാഞ്ച് കമ്മിറ്റിക്കാർ വാങ്ങിച്ചിട്ടുണ്ട്. അതിന് കരുവന്നൂരിൽ ഏതെങ്കിലും പണം ഉപയോഗിച്ചു എന്നുള്ള വല്ല വസ്തുതയുണ്ട് ഇന്ന് പുറത്തുവിട്. ED ആരും തടഞ്ഞിട്ടില്ലല്ലോ. നിങ്ങൾ പത്രക്കാർക്ക് വാർത്ത കൊടുത്താൽ മാത്രം പോരെ, രേഖ കൊടുക്കുക. ഒരു ചുക്കും കൊടുക്കാനില്ല. ഇനി ഇവിടെ ഞാൻ കൃത്യമായിട്ട് പറയാം, ഈ കേസിൽ എന്താ സംഭവിച്ചത്? കരുവന്നൂർ ബാങ്കിൽ ക്രമക്കേട് നടന്നു. ആ ക്രമക്കേട്
യഥാർത്ഥത്തിൽ കേസാക്കിയത് കേരള സർക്കാരാണ്. പിണറായി വിജയൻ ഭരിക്കുന്ന കേരളത്തിലെ സർക്കാരാണ്. FIR എടുത്തില്ലെങ്കിൽ EDക്ക് വരാൻ പറ്റുമോ? ഞങ്ങൾ FIR എടുക്കുന്നില്ല, കുറ്റവാളിയെ പിടിക്കുന്നില്ല. FIR എടുക്കുന്നില്ല, കുറ്റവാളിയെ പിടിക്കുന്നില്ലെങ്കിൽ ഏതെങ്കിലും EDക്ക് വരാൻ പറ്റുമോ? ഇവിടെ പറഞ്ഞല്ലോ 16 കേസെടുത്തു. അപ്പോൾ അതിനർത്ഥം എന്താണ്? കുറ്റവാളികളോട് CPIM സന്ധി ചെയ്യുകയല്ല. CPM എന്തെങ്കിലും ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ പിന്നെ കുറ്റവാളിയെ പിടിച്ച് ജയിലിലിടുമോ? ഞങ്ങൾ കേസെടുക്കാതിരുന്നാൽ പോരെ? അപ്പോൾ എന്താ ഇത്? കേസെടുത്തു എന്ന് പറയുന്നത് ഞങ്ങളുടെ സത്യസന്ധത തെളിയിക്കുന്നു. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ആ കേസെടുക്കപ്പെട്ട പ്രതികൾ ആരൊക്കെയാണ്? അവിടെ ക്രമക്കേട് കാണിച്ചവരാണ്. ED വന്നിട്ട് എന്ത് ചെയ്തു? അവരെ മാപ്പുസാക്ഷിയാക്കി. കെജ്രിവാളിനെതിരെ മാപ്പുസാക്ഷി ഉണ്ടാക്കിയ പോലെ ഈ കേസിൽ ക്രൈംബ്രാഞ്ച് പ്രതികളാക്കിയവർ BJP ചേർന്നപ്പോൾ അവരെ മാപ്പുസാക്ഷിയാക്കി അവരെ രക്ഷപ്പെടുത്താനുള്ള കുതന്ത്രമാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ശരി. ആ കുതന്ത്രത്തിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നു? ആ ബാങ്കിനകത്ത് മാനേജറായിരുന്ന്, ആ ബാങ്കിനകത്ത് ജോലിക്കാരായിരുന്ന് ഈ ക്രമക്കേടുകൾ നടത്തിയവരെ ആരും ക്രൈംബ്രാഞ്ചൊന്നും ചെയ്യരുത്, അവരെ മാപ്പുസാക്ഷിയാക്കിയാൽ ഞങ്ങൾ വിട്ടേക്കാം. ശരി. നിങ്ങൾ മോദി വിചാരിച്ചാലും നിർമ്മലാ സീതാരാമൻ വിചാരിച്ചാലും ആ പ്രതികൾ തന്നെയാണ്. മാപ്പുസാക്ഷികളെ ആക്കിയിട്ടൊന്നും നിങ്ങൾക്ക് രക്ഷപ്പെടാനാവില്ല. ഞാൻ അങ്ങനെയൊക്കെ വരാം. ശ്രീ VR അനൂപ്, അതായത് അങ്ങനെ എന്തെങ്കിലും ചുക്കും ചുണ്ണാമ്പും തെളിവ് ഉണ്ട് അതിപ്പോൾ പുറത്തുവിടൂ എന്നുള്ളതാണ് CPMന്റെ പാനലിസ്റ്റായ ശ്രീ അനിൽകുമാർ വെല്ലുവിളിക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും ഒളിക്കാനുണ്ടായിരുന്നെങ്കിൽ കേസ് എടുക്കുമായിരുന്നോ എന്നുള്ളതാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന, ഇത്രയധികം ഏതാണ്ട് 300 കോടിയുടെ ഓളം വായ്പാ ബിനാമി ഇടപാടുണ്ടായി എന്നുള്ളതാണ് ED പറയുന്നത്. അപ്പോൾ അത്രയും വലിയൊരു സംഭവം, ആളുകൾ അവിടെ പട്ടിണിക്ക് കിടക്കുന്നു, നിരാഹാരം കിടക്കുന്നു, വലിയ പ്രശ്നം വരുന്നു, ദയാവധം ആവശ്യപ്പെട്ട് പോലും രംഗത്ത് വരുന്നു, എത്രയെത്ര രക്തസാക്ഷികൾ, അങ്ങനെ പലതും. കേസെടുക്കുക എന്ന് പറയുന്നത് ഉദ്യോഗസ്ഥർക്കെതിരെയാണ് എങ്കിലും കേസെടുക്കുക എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു ഔദാര്യം കൊണ്ട് ചെയ്യാൻ കഴിയുന്ന ഒന്നായിരുന്നോ അതോ ആവശ്യമായിരുന്നോ? അല്ല, ഒരു കാര്യം ഞാൻ സമ്മതിക്കുകയാണ്. ഇത്തരം ഒരു ചർച്ചയിൽ പോലും CPMന്റെ പ്രതിനിധി അദ്ദേഹം പറയുന്നത് എന്താ? കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന പാർട്ടിയെ അദ്ദേഹം വിശേഷിപ്പിക്കുന്നത് ഞങ്ങൾ കർഷകരുടെ പാർട്ടിയാണ്, ഞങ്ങൾ തൊഴിലാളികളുടെ പാർട്ടിയാണ്, ഞങ്ങൾ നടത്തുന്നത് ഫാസിസ്റ്റ് വിരുദ്ധ സമരമാണെന്ന് പറയുമ്പോൾ ഫാസിസത്തിൻ്റെ മുന്നിൽ പിടഞ്ഞു വീഴുന്ന അതിൻ്റെ യഥാർത്ഥ ഇരകളായ മനുഷ്യരെ അപമാനിക്കുകയാണ്. സഞ്ജീവ് ഭട്ടിനുള്ള പോലുള്ള ആളുകൾ ഇപ്പോഴും നരേന്ദ്രമോദിക്കെതിരെ സമരം ചെയ്ത് അവരുടെ ജീവിതം തന്നെ ജയിലിൽ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ കരുവന്നൂർ ബാങ്ക് കേസിൽ ആളുകളെ തട്ടിപ്പ് നടത്തുന്നത് ഫാസിസ്റ്റ് വിരുദ്ധ സമരമാണെന്നാണ് ആദരണീയനായ അനിൽകുമാർ പറയുന്നത്. CPMനെ സംബന്ധിച്ച് അതിൻ്റെ സമീപകാല ചരിത്രത്തിലെ എന്നല്ല ഇതുവരെയുള്ള പാർട്ടി ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയാണ്. 1964 ഈ പാർട്ടി ഉണ്ടാകുന്നത്. അന്ന് തൃശ്ശൂരിനെ സംബന്ധിച്ച് CPMന്റെ ആദ്യത്തെ പോളിറ്റ് ബ്യൂറോ യോഗം നടക്കുന്ന തൃശ്ശൂരിലാണ്. അവിടെ ചൈനയുമായുള്ള യുദ്ധസമയത്ത് പോലും ഗവൺമെൻറ് CPMനെതിരെ നടപടിയെടുക്കുന്ന ഘട്ടത്തിൽ പോലും CPMന്റെ സ്ഥലം പാർട്ടി ഓഫീസിനെതിരെ ഇത്ര ഒരു നടപടി ഉണ്ടായിട്ടില്ല. CPMന്റെ ചരിത്രത്തിൽ ആദ്യമായി 5 സെന്റ് സ്ഥലം എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ലഘൂകരിക്കുകയാണ്. 5 സെന്റല്ല, 50 സെന്റല്ല, 5 ഏക്കറല്ല, 1 സെന്റ് ആയാൽ പോലും അത് CPMന്റെ സ്ഥലമാണ്. CPM ബ്രാഞ്ച് കമ്മിറ്റിയുടെ പേരിൽ CPM ജില്ലാ സെക്രട്ടറി മേടിച്ച സ്ഥലം എങ്ങനെയാണ് CPMന്റെ സ്ഥലമല്ലാതാവുന്നത്? ഇന്നലെ വരെ പല CPM നേതാക്കളുടെ ഈ സ്വത്ത് കണ്ടുകെട്ടി, ഇന്ന് CPMന്റെ സ്വത്ത് കണ്ടുകെട്ടിയിരിക്കുന്നു. CPM പ്രതിസ്ഥാനത്ത് വരുന്നു. ഇപ്പോൾ ലോക കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ചരിത്രം പരിശോധിച്ചാൽ സോവിയറ്റ് യൂണിയനിൽ റഷ്യൻ വിപ്ലവം നടക്കുന്നതിന് മുമ്പ് പല ആളുകളും ബാങ്ക് കൊള്ളക്കാരായി പ്രവർത്തിച്ചു എന്ന് പറയാറുണ്ട്. പക്ഷേ ലോകത്താദ്യമായി ബാലറ്റ് പേപ്പറിലൂടെ വിപ്ലവം കൊണ്ടുവന്നു എന്ന് പറയുന്ന കേരളത്തിൽ ഇപ്പോൾ വിപ്ലവത്തിൻ്റെ പൂർത്തീകരണത്തിന് പൊതുജനങ്ങളെ കൊള്ളയടിക്കുകയാണ്. CPM നിയമപരമായും നൈതികമായും കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ പ്രതിക്കൂട്ടിലാണ്. പക്ഷേ BJPക്ക് ഇതിനകത്ത് എന്തെങ്കിലും ആത്മാർത്ഥതയുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. കാരണം DK ശിവകുമാറിൻ്റെ പോലെ വലിപ്പമുള്ളൊരു നേതാവ്, സംസ്ഥാനത്ത് മന്ത്രിയായിട്ടുള്ള ആൾ, MP ആയിട്ടുള്ള ആൾ, അതുപോലെ ഒന്നല്ലല്ലോ വർഗീസ്. CPMന്റെ ജില്ലാ സെക്രട്ടറിയാണ്. വർഗീസിന് എന്താണ് വലിപ്പം? പക്ഷേ ഒരേ സമയം CPMന്റെ സ്വത്ത് കണ്ടുകെട്ടുന്നു, CPM നേതാക്കൾക്കെതിരെ അവരുടെ സ്വകാര്യ സ്വത്ത് കണ്ടുകെട്ടുന്നു. പക്ഷേ അന്വേഷണം എന്ന് പറയുന്നത് വളരെ തൊലിപ്പുറമെ മുന്നോട്ട് പോവുകയാണ്. DK ശിവകുമാർ നേരിടുന്ന തരത്തിലുള്ള അനുഭവങ്ങൾ ഇത്ര നാളായിട്ടും അതിനെ സമീപിക്കാൻ ഈ അന്വേഷണ ഏജൻസികൾ തയ്യാറാവുന്നില്ല.
CPM-നെ സംബന്ധിച്ച് BJP-യെ സംബന്ധിച്ച് ഇതിനകത്തൊരു മാസ്റ്റർ പ്ലാൻ ഉണ്ട്. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ CPI ഉന്നയിച്ച പ്രധാനപ്പെട്ട വിഷയം എന്താ? MK കണ്ണൻ എന്ന് പറയുന്ന ഈ ബാങ്ക് ക്രമക്കേടുമായി നേരിട്ട് ബന്ധമുള്ള ആരോപണ വിധേയനായ ആളെ ഇലക്ഷൻ കമ്മിറ്റിയുടെ ചെയർമാനാക്കരുതെന്ന് CPI ആവശ്യം ഉന്നയിച്ചിരുന്നു. ഇലക്ഷന് ശേഷവും CPIയുടെ ഭാഗത്തു നിന്ന് അതിനെതിരെ വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. CPM-ന് വളരെ പ്രബലരായ നേതാക്കന്മാർ ഉള്ളപ്പോൾ അടുത്ത കാലത്ത് മാത്രം പാർട്ടിയിലേക്ക് വന്ന MK കണ്ണനെ പോലെ ഒരാളെ ഇലക്ഷൻ കമ്മിറ്റിയുടെ ചെയർമാനാക്കി വെച്ചത് ആരെ സഹായിക്കാനാണ് എന്ന് CPM അനുഭാവികൾ പോലും അടക്കം പറയുന്നുണ്ട്. തൃശ്ശൂർ മേയർ ഇലക്ഷൻ വളരെ സങ്കീർണമായി നിൽക്കുന്ന സമയത്ത് പരസ്യമായി സുരേഷ് ഗോപിയെ സ്വാഗതം ചെയ്തു. സുരേഷ് ഗോപി അദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്ക് വിളിച്ചു. സുരേഷ് ഗോപി നല്ല സ്ഥാനാർത്ഥിയാണെന്ന് പറഞ്ഞു. ഇത് എന്ന് പറയുന്ന സത്യത്തിൽ ജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ച് CPM-ഉം BJP-യും പരസ്പരം ഒരു ഡീലെത്താനുള്ള പരിശ്രമമാണ് ഇത്. അത് ജനങ്ങളെ ബന്ദിയാക്കാനാണ് രണ്ട് പാർട്ടികളും ശ്രമിക്കുന്നത്. CPM-നെ സംബന്ധിച്ച് അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയെ നേരത്തെ അനിൽകുമാർ പറയുന്നുണ്ടായിരുന്നു, നിങ്ങൾക്ക് വാർത്ത മാത്രം മതിയോ, നിങ്ങൾക്ക് തെളിവ് വേണ്ടതില്ലേ എന്ന്. ഇപ്പോൾ തെളിവൊക്കെ കോടതിയിലാണ് ED കൊണ്ടുപോയി കൊടുക്കേണ്ടത്. അങ്ങനെ കൊടുത്ത കാര്യങ്ങൾ പോലും ദേശീയ രാഷ്ട്രീയ സാഹചര്യം ഉന്നയിച്ചുകൊണ്ട് കോൺഗ്രസിനും സമാനാഭിപ്രായമുള്ള പല സാഹചര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പറയാണ്, അങ്ങനെ കോടതിയിൽ കൊണ്ടുപോയ കേസടക്കം 5 മാസത്തോളം ഹേമന്ത് സോറനെ പിടിച്ച് ജയിലിലിട്ട കേസിലടക്കം EDക്ക് പിൻവാങ്ങേണ്ടി വന്നിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് അതിനോട് വ്യത്യസ്തമായൊരു അഭിപ്രായം ഇല്ല എങ്കിൽ കേരളത്തിൽ നടക്കുന്നത് വേട്ട എന്ന CPM-ന്റെ അഭിപ്രായത്തോട് നിങ്ങൾ ചേർന്ന് നിൽക്കാത്തത് എന്തുകൊണ്ടാണ്? അല്ല, ഈ രണ്ട് കേസുകളിലും മാധു പറഞ്ഞ സമാന സ്വഭാവത്തിലുള്ള കേസുകളിൽ ED എടുക്കുന്ന നിലപാട് പരിശോധിച്ചാൽ മതി. എന്തിനാ DK ശിവകുമാറിനെ ED അറസ്റ്റ് ചെയ്തത്? DK ശിവകുമാറിനെ ED അറസ്റ്റ് ചെയ്തത് എന്തിനാ? DK ശിവകുമാർ വലിയൊരു നേതാവല്ലേ? അദ്ദേഹം ദേശീയ തലത്തിൽ അറിയപ്പെടുന്ന കർണാടകയിലെ പ്രബലനായ നേതാവ്. അദ്ദേഹത്തിന് പ്രിവിലേജ് ഉണ്ട്. അദ്ദേഹം പാർലമെൻറ്റ് അംഗമായിരുന്നു. അദ്ദേഹം കർണാടകത്തിൽ മന്ത്രിയായിരുന്നു. ആ DK ശിവകുമാറിനെ അറസ്റ്റ് ചെയ്യാൻ മടി കാണിക്കാത്ത ED എന്തുകൊണ്ടാണ് MM വർഗീസിൻ്റെ റേഞ്ചിലുള്ള അത്തരം പ്രൊഫൈലിലുള്ളൊരു നേതാവിനെ, ഈ MK കണ്ണനെ പോലൊരാളെ ഇവരെ ഒന്നും തൊടാതെ, ഇവരെ എന്താണ് എലിക്കണിയിൽ കെണി കാണിച്ച് എലിയെ കെണിയിൽപ്പെടുത്തി പേടിപ്പിക്കുന്നത് പോലെ ഒരു എലക്ഷൻ സമയത്ത് CPM-നെ ഗൺ പോയിന്റിൽ നിർത്തുകയാണ് BJP ചെയ്തത്. എന്താ സംശയം? നേരത്തെ പറഞ്ഞ ഹേമന്ത് സോറൻ്റെ കാര്യത്തിലെടുത്ത നിലപാടാണോ? DK ശിവകുമാറിൻ്റെ കാര്യത്തിലെടുത്ത നിലപാടാണോ ഇവിടെ MK കണ്ണൻ്റെ കാര്യത്തിൽ, ഈ വർഗീസിൻ്റെ കാര്യത്തിൽ CPM എടുത്തിട്ടുള്ളത്? വളരെ വ്യക്തമല്ലേ, വളരെ കൃത്യമല്ലേ? ഇത് ഈ പ്ലോട്ടിനെ ഇവർ ഉപയോഗപ്പെടുത്തുന്നത് എന്ത് എന്ന് കേരളത്തിലെ ജനങ്ങൾ വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ അധികമായി ആരും പറയേണ്ടതില്ല. ശ്രീ കൃഷ്ണദാസ്, അങ്ങനെ അതായത് CPM പറയുന്നത് പോലെ നിങ്ങൾക്ക് ഈ പറയുന്ന ദേശീയ രാഷ്ട്രീയ സാഹചര്യത്തിലടക്കം പലതവണ നമുക്കറിയാം ED-യൊക്കെ ഒരു കേസ് അന്വേഷിച്ച് അതിന്റെ വിജയത്തിലേക്ക് എത്തിക്കുന്ന, ശിക്ഷിക്കുന്ന റേറ്റ് ഒക്കെ എത്രയാണ് എന്നത് വലിയ തോതിൽ വിമർശനത്തിന് ഇരയാകുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ അങ്ങനെ CPM പറയുന്നത് പോലെ ED-യെ ആദ്യഘട്ടത്തിൽ ചോദ്യം ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് നടത്തുന്ന പരമാവധി രാഷ്ട്രീയ ലക്ഷ്യം മാത്രം ഇട്ടുകൊണ്ടുള്ള വേട്ടയാണോ, അതോ കോൺഗ്രസ് ആരോപിക്കുന്നത് പോലെ ഇതെല്ലാം കണ്ണിൽ പൊടിയിടുന്നത് പോലെ ഒരു തൊലിപ്പുറമേയുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ ബദ്ധവൈരികളാണ് എന്ന് കാണിച്ചു കൂട്ടാനുള്ള ഒരു ശ്രമം മാത്രമാണോ? മാധു, ഇതിൽ ഒരു രാഷ്ട്രീയ വൈരാഗ്യ ബുദ്ധിയോട് കൂടിയിട്ട് ഈ ആ രീതിയിലാണ് ED പെരുമാറുന്നത് എന്ന് പറയുന്നതിൽ എന്താണ് അതിൽ യുക്തി എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഇനി അടുത്ത കാലത്തൊന്നും കേരളത്തിൽ ഒരു ഇലക്ഷനും ഇല്ല. ഇനി 2025 അവസാനം നമുക്ക് പഞ്ചായത്ത് ഇലക്ഷൻ വരുന്നുണ്ട്, 26 നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. അപ്പോൾ ഈ രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് പറയുന്നത് എനിക്കറിയില്ല. അനിൽകുമാർ ഈ ഫാസിസത്തിനെതിരായിട്ടുള്ള പോരാട്ടമാണ് ഇത് എന്നൊക്കെ പറയുന്നത് എന്തർത്ഥത്തിലാണ് അദ്ദേഹം പറയുന്നത്? ആളുകളെ മണ്ടന്മാരാക്കുകയാണ്. കേരളത്തിലെ ആളുകളെ ഇത്തരത്തിലുള്ള നേതാക്കന്മാർ പറഞ്ഞ് ആളുകളെ മുഴുവൻ എതിരാക്കി തോറ്റു തുന്നമ്പാടി ഇപ്പോൾ ഒരു സീറ്റ് ജയിച്ചാലായി എന്ന നിലയിലെത്തി. ഇപ്പോൾ അനിൽകുമാർ, താങ്കളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഏതാണ്ട് 100 കോടി രൂപയുടെ പ്രോപ്പർട്ടി ഫ്രീസ് ചെയ്തിട്ടുണ്ട് ED. ഏതെങ്കിലും ഒരാൾ കോടതിയിൽ പോയി ഇത് ചാലഞ്ച് ചെയ്തിട്ടുണ്ടോ? ഇനി താങ്കൾ പറയുന്നു ഇവിടെ യാതൊരു വിധത്തിലുള്ള തട്ടിപ്പും പാർട്ടി നടത്തിയിട്ടില്ല എന്ന് താങ്കൾ പറയുന്നു.
എന്തുകൊണ്ട് നിക്ഷേപകർക്ക് ഈ പണം കൊടുക്കുന്നില്ല? വളരെ സിമ്പിളായിട്ട് താങ്കളൊന്ന് ഉത്തരം പറയണം. അവിടെ ഒരു തട്ടിപ്പും നടത്തിയിട്ടില്ലെങ്കിൽ നിക്ഷേപകർക്ക് എന്തുകൊണ്ട് പണം കൊടുക്കുന്നില്ല? നമ്മൾ കണ്ടതല്ലേ, എത്ര രോഗികൾ, എത്ര ഈ പറയുന്ന കുടുംബങ്ങൾ പൈസ കിട്ടാതെ ബുദ്ധിമുട്ടിയ സമയത്ത് നിങ്ങൾ അവരെയൊക്കെ കളിയാക്കുകയില്ലേ? ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടമാണ് എന്ന് പറഞ്ഞ് ഈ പാവപ്പെട്ട നിക്ഷേപകരെ ദിവസം 100 രൂപയും 50 രൂപയും വെച്ച് അടയ്ക്കുന്ന താങ്കൾ പറഞ്ഞ ഈ കർഷക കുടുംബങ്ങൾ, ദൈനംദിന ജോലി ചെയ്യുന്ന തൊഴിലാളികൾ, ഇവരെയൊക്കെ കളിയാക്കുകയല്ലേ താങ്കൾ പറയുന്നത് ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടം എന്ന് പറഞ്ഞിട്ട്? ഇപ്പോൾ അനൂപ് ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചു, കോൺഗ്രസിൻ്റെ എൻ്റെ സുഹൃത്തെ ആ സ്ക്രോളിംഗ് വരുന്നതൊന്ന് വായിക്കൂ. ഇന്ന് ചെമ്പഴന്തിയിൽ കോൺഗ്രസ് ഭരിക്കുന്ന ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഒരു നിക്ഷേപകൻ ആത്മഹത്യ ചെയ്തിരിക്കുന്നു. എന്നിട്ട് താങ്കൾ ഇവിടെ വന്ന് പറയുന്നു മാർക്സിസ്റ്റ് പാർട്ടിയും BJPയും തമ്മിൽ ഡീലാണെന്ന്. എന്ത് ഡീല്? മാർക്സിസ്റ്റ് പാർട്ടി അന്വേഷണത്തിന് ഉത്തരവിട്ടു, 16 FIR ഇട്ടു, അത് ED ഏറ്റെടുത്തു, ED അന്വേഷിക്കുന്നു. ED ശരിയായ വിധത്തിൽ അന്വേഷിക്കുന്നു എന്ന് മാത്രമല്ല, രാഷ്ട്രീയ പ്രേരിതമായി അതിൽ യാതൊരു സംഗതിയും ഇല്ല എന്ന ഏറ്റവും വലിയ തെളിവാണ് എലക്ഷന് മുമ്പ് യാതൊരു വിധത്തിലുള്ള സംഗതിയും ED ചെയ്തില്ല. എലക്ഷൻ റിസൾട്ട് വന്ന് 1 മാസം കഴിഞ്ഞിട്ടാണ് പറയുന്നത് CPMനെ പ്രതിയാക്കാനുള്ള തെളിവുകൾ ഈ കേസിലുണ്ട്. ഇതിൻ്റെ പൈസ CPM കൈപ്പറ്റിയിരിക്കുന്നു. ഇതിൻ്റെ പൈസ CPMൻ്റെ ജില്ലാ സെക്രട്ടറി കൈപ്പറ്റിയിരിക്കുന്നു. എന്താ ജോലി? CPMൻ്റെ ജില്ലാ സെക്രട്ടറിക്ക് എന്തായിരുന്നു ജോലി? ഒന്ന് പറയണം, ബഹുമാനപ്പെട്ട അനിൽകുമാർ പറയണം. പാർട്ടി കൊടുക്കുന്ന ഒരു ചെറിയൊരു ഓണറേറിയം അല്ലാതെ അദ്ദേഹത്തിന് എന്താണ് വരുമാന മാർഗം? മൊത്തത്തിൽ ഫ്രീസ് ചെയ്തിരിക്കുന്ന സ്വത്തുക്കൾ ഞാൻ മനസ്സിലാക്കുന്നു ഏതാണ്ട് 29 കോടി രൂപ ഫ്രീസ് ചെയ്തിരുന്നു ഞാൻ മനസ്സിലാക്കുന്നത്. എവിടുന്നാണ് ഈ പണമെല്ലാം? അപ്പോൾ താങ്കൾ ഈ അധ്വാനിക്കുന്ന ജനവിഭാഗത്തിൻ്റെ പാർട്ടിയാണ്, കർഷകരുടെ പാർട്ടിയാണ് എന്നെല്ലാം പറയും. ഇത്രയും ഭൂസ്വത്തുള്ള പാർട്ടി 29 കോടി എന്ന് പറയുന്നത് CPMന്റെയോ ഈ പറയുന്ന ഭരണസമിതിയിലുള്ള ആളുകളുടെയോ നേതാക്കളുടെയോ മാത്രം അല്ല. അതൊരു 73 ലക്ഷമാണ്. അവിടെ വായ്പ എടുത്ത, അനധികൃത വായ്പ എടുത്ത ആളുകളുടെ അടക്കം സ്വത്ത് കണ്ടുകെട്ടിയതാണ് 29 കോടി എന്ന് പറയുന്നത്. ശ്രീ കൃഷ്ണദാസ്, ഇപ്പോ അങ്ങ് പറയുന്നു അടുത്ത ഇലക്ഷൻ ഇല്ല. നിങ്ങൾ അങ്ങനെ അടുത്ത ഇലക്ഷൻ വെച്ച്, ഇപ്പൊ 4 മാസം അപ്പുറമുള്ള ഒരു ഇലക്ഷൻ വെച്ച് മാത്രം ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കി മുന്നോട്ട് വെക്കുന്ന ഒരു പാർട്ടിയൊന്നുമല്ല. നിങ്ങൾക്ക് തൃശ്ശൂരിൽ വലിയ തോതിൽ കരുവന്നൂർ ഇന്ധനമായി എന്ന് നിങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് അവിടെ കുഴിച്ചാൽ നിങ്ങൾക്ക് കൂടുതൽ മൂലധനം സ്വന്തമാക്കാം രാഷ്ട്രീയമായി എന്നത് നിങ്ങളെ ആരും പറഞ്ഞു പഠിപ്പിക്കേണ്ട ഒന്നല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ല മാധു, ഒരു അന്വേഷണം നടത്തുമ്പോൾ അതിൻ്റെ ഒരു ലോജിക്കൽ കൺക്ലൂഷനിൽ എത്തണ്ടേ? ആ പാവപ്പെട്ട ആളുകൾക്ക്, പൈസ നഷ്ടപ്പെട്ട ആളുകൾക്ക്, തട്ടിപ്പിന് ഇരയായ ആളുകൾക്ക് നീതി ലഭിക്കണ്ടേ? അതോ ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് പറഞ്ഞിട്ട് ED ഈ ഫയൽ ക്ലോസ് ചെയ്യണോ? അപ്പോൾ ഇത് തട്ടിപ്പിന് ഇരയായിട്ടുണ്ടെങ്കിൽ അവർക്ക് നീതി ലഭിക്കണം. കുറ്റക്കാരെ അവരെ ജയിലിൽ അടയ്ക്കും എന്ന് പ്രധാനമന്ത്രി വാക്ക് കൊടുത്തിട്ടുണ്ട് ഈ കേരളത്തിലെ ജനങ്ങൾക്ക്. അതിൽ ഒരാളും രക്ഷപ്പെടാൻ പോകുന്നില്ല എന്ന് ഉറപ്പ് കൊടുത്തത് ഈ രാജ്യത്തെ പ്രധാനമന്ത്രിയാണ്. തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെങ്കിൽ അവരെ ജയിലിലേക്ക് അയക്കും. ശ്രീ അനിൽകുമാർ, അതായത് ഏതാണ്ട് 115 കോടിയുടെ സ്വത്ത് ഇതുവരെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഒരാൾ ഇതിന് വിടുതൽ നൽകണം എന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചിട്ടുണ്ടോ എന്നാണ് ശ്രീ കൃഷ്ണദാസ് ചോദിക്കുന്നത്. ഇവ പാർട്ടിയെ തന്നെ പ്രതി ചേർത്തിരിക്കുന്നു. നിയമ നടപടി സ്വീകരിക്കും, രാഷ്ട്രീയമായി പ്രതിരോധിക്കും എന്ന് പറയുന്നതല്ലാതെ എന്തു നിയമ നടപടിയാണ് ഇത്രയും സമയമായാലും സ്വീകരിച്ചിട്ടുള്ളത് എന്നൊരു ചോദ്യം അതിലൊളിഞ്ഞു നിൽക്കുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, അവിടെ ഇരകളുണ്ട് എന്നതിൽ സംശയമില്ലല്ലോ. ഫിലോമിനയെ നമുക്ക് ഓർമ്മയുണ്ട്. അങ്ങനെ മരിച്ചുപോയ ഒരുപാട് ആളുകളെ നമുക്ക് ഓർമ്മയുണ്ട്. പറമ്പിൽ സ്വദേശി ഒരു ശശി, അദ്ദേഹം ചികിത്സ കിട്ടാതെയാണ് മരിച്ചുപോയത്. തേലപ്പള്ളി കൊളങ്ങാട്ട് പറമ്പിൽ സ്വദേശി ശശി അവിടെ നിന്ന് മരിച്ചുപോയ ഒരാളാണ്. ദയാവധം ആവശ്യപ്പെട്ടുകൊണ്ട് മാപ്രാണം സ്വദേശി ജോഷി മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിട്ടുണ്ട്. അദ്ദേഹം അത് ആവശ്യപ്പെട്ട് നിയമത്തെ സമീപിച്ചിട്ടുണ്ട്. ഈ ഗതികേടിലേക്ക് മനുഷ്യനെ തള്ളിവിട്ട പെൺമക്കളെ എങ്ങനെ കല്യാണം കഴിച്ചു വിടണം, എങ്ങനെ വിദ്യാഭ്യാസത്തിന് മുന്നോട്ട് പോകണം, അച്ഛനും അമ്മയ്ക്കും അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് എങ്ങനെ മരുന്ന് വാങ്ങിക്കൊടുക്കണം എന്നറിയാതെ കണ്ണീരും കയ്യുമായി നിന്ന മനുഷ്യരെ കണ്ടിട്ടുണ്ട് കരുവന്നൂരിലുള്ളവർ, കേരളത്തിലുള്ളവർ. അപ്പോൾ അതിനൊരു പരിഹാരം കാണാതെ ഇരുന്ന ഇടത്തു നിന്നാണ് ഈ പുണ്ണിങ്ങനെ വളർന്നു വലുതായത്. കേരളത്തിലെ സഹകരണ മേഖല വളരെ ഫലപ്രദമായി പ്രവർത്തിക്കുന്ന, അഴിമതി രഹിതമായിട്ടാണ് പൊതുവിൽ പ്രവർത്തിക്കുന്നത്. എന്നാൽ ഏതൊരു പ്രസ്ഥാനത്തിലുള്ള പോലെ തന്നെ ഇവിടെയും തെറ്റായി പ്രവർത്തിക്കുന്നവരുണ്ട്. അങ്ങനെ പ്രവർത്തിക്കുന്നവരിൽ CPM നേതൃത്വം കൊടുക്കുന്ന ബാങ്കുകൾ മാത്രമാണോ പെട്ടത്? അങ്ങനെയാണ് ഞാൻ കരിവന്നൂരിന് മാത്രം ഉത്തരം പറയാം. പുൽപ്പള്ളിയിൽ KPCC വൈസ് പ്രസിഡന്റ് നടത്തിയൊരു ബാങ്കുണ്ടല്ലോ,
ഈ ചർച്ചയിൽ 3 രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രതിനിധികളുണ്ട്. അങ്ങയോട് ചോദിക്കുമ്പോൾ അങ്ങേക്ക് സ്വാഭാവികമായ മറുപടി പറയാനുള്ള ബാധ്യത ബാങ്കുകളെ പറ്റിയാണ്. മാത്രമല്ല ഈ ചർച്ച കരുവന്നൂരിനെ കേന്ദ്രീകരിച്ചാണ് കേരളത്തിലെ മുഴുവൻ സഹകരണ മേഖലയെ കുറിച്ചുള്ളതല്ല. ചെമ്പഴന്തിയിലെ കാര്യം അങ്ങ് നേരത്തെ ചെമ്പഴന്തിയിലെ കാര്യം നേരത്തെ ശ്രീ കൃഷ്ണദാസ് പറയുന്നുണ്ടായിരുന്നു. നിങ്ങൾ 3 പേരല്ല. അങ്ങയോട് ചോദിച്ചത് CPM ഭരിക്കുന്ന കരുവന്നൂരുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. മറ്റിടങ്ങളിൽ മറ്റു രാഷ്ട്രീയ പാർട്ടികൾ ഭരിക്കുന്നത് കൊണ്ട് അതിനൊരു ന്യായീകരണമാവുകയില്ല. ഞാൻ ഒരു ന്യായവും പറഞ്ഞില്ല. ഞാൻ പറയാത്ത ന്യായം അതും ഇങ്ങോട്ട് പറയരുത്. നിങ്ങൾ 3 പേർ ഉന്നയിച്ച കാര്യങ്ങൾക്ക് മറുപടി ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. അതിലൊന്നാമത്തെ മറുപടി എന്താണ്? കോൺഗ്രസിൻ്റെ പ്രകൃതി ഒരു ബാങ്കിൻ്റെ പേര് പറയുന്നു, എന്നിട്ട് CPM ആണ് ബാങ്ക് കൊള്ള നടത്തിയത്. ആ കൊള്ള KPCC വൈസ് പ്രസിഡന്റ് നടത്തിയത് വയനാട്ടിൽ പുൽപ്പള്ളിയുണ്ട്. അവിടെയും സമാന സംഭവങ്ങളുണ്ട്. അവിടെയും പോലീസ് കേസെടുത്തിട്ടുണ്ട്, അവിടെയും ED കേസെടുത്തിട്ടുണ്ട്. എന്താ KPCCയുടെ നിലപാട്? ബാങ്കുകളുടെ പേര് ഞാൻ പറയണോ? ഇനി BJP ഭരിക്കുന്ന ബാങ്കിൻ്റെ പേര് ഞാൻ പറയണോ? ഞങ്ങൾ ഈ പേരുകളെല്ലാം പറയാത്തതിന് കാരണം എന്താണ്? സഹകരണ മേഖല തെറ്റായ കാര്യങ്ങൾ ചെയ്തവരുടെ പേരിൽ കേരളത്തിലെ ഗവൺമെൻറ് നടപടി സ്വീകരിച്ചു. ഇവിടെ ബഹുമാനപ്പെട്ട കൃഷ്ണദാസ് പറഞ്ഞപ്പോഴത്തേക്കും അഴിമതി നടന്നില്ലയോ? തെറ്റ് ചെയ്തുകൊണ്ടല്ലേ ക്രൈംബ്രാഞ്ച് കേസെടുത്തത്. ക്രൈംബ്രാഞ്ച് കേസെടുപ്പിക്കുകയും ക്രൈംബ്രാഞ്ച് മാത്രമല്ല അതിൽ അവിടുത്തെ സഹകരണ ചുമതലയുണ്ടായിരുന്ന ഓഡിറ്റർ പ്രതിയാണ്. ഈ കള്ളന്മാരായ പ്രതികൾ കാണിച്ചു കൂട്ടിയ കാര്യങ്ങൾ മൂടിവെച്ച ഓഡിറ്റർ പ്രതിയാണ്. സഹകരണ സ്ഥാപനത്തിലെ ഓഡിറ്ററെ, സർക്കാർ ജോലിക്കാരനെ പ്രതിയാക്കിയ ആർജവമുള്ളൊരു മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. അതുകൊണ്ട് ഞങ്ങളൊരിടത്തും വിട്ടുവീഴ്ച ചെയ്തിട്ടില്ല. പക്ഷെ നിങ്ങളെന്താ കാണിക്കുന്നത്? നിങ്ങൾ ഈ കേസിലെ പ്രതികളെ രക്ഷപ്പെടുത്താനുള്ള കളിയാണിത്. ഒരു സാങ്കേതിക പ്രശ്നമുണ്ട് ശ്രീ അനിൽകുമാർ, ഞാനൊന്ന് ചൂണ്ടിക്കാണിക്കാം. അതായത് തെറ്റു ചെയ്തത് കൊണ്ടല്ലേ ക്രൈംബ്രാഞ്ച് കേസെടുത്തത്? ആർക്കെതിരെ? അങ്ങ് നേരത്തെ ഉത്തരത്തിൽ പറഞ്ഞു ഉദ്യോഗസ്ഥർക്കെതിരെ. അപ്പോൾ ഈ ക്രൈംബ്രാഞ്ച് തന്നെ കോൺഗ്രസ് ഭരിക്കുന്നിടത്തും BJP ഭരിക്കുന്നിടത്തുമുള്ള സഹകരണ സ്ഥാപനങ്ങളിൽ കേസെടുത്ത് പോകാവുന്നതാണ്. അതിന്റെ ഉത്തരവാദിത്തം ഈ സമവാക്യം അനുസരിച്ചാണെങ്കിൽ ഇപ്പോൾ പാർട്ടിക്കില്ലാത്തതുപോലെ കോൺഗ്രസിനും BJPക്കും ബാധകമാകില്ല തന്നെ. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ സഹകരണ സ്ഥാപനങ്ങളിൽ അത് കോൺഗ്രസ് ഭരിക്കുന്നതാണെങ്കിലും BJP ഭരിക്കുന്നതാണെങ്കിലും CPM ഭരിക്കുന്നതാണെങ്കിലും ഉദ്യോഗസ്ഥരെ വിശ്വസിച്ചല്ല, പാർട്ടി പ്രവർത്തകർ കൂടിയായ, പാർട്ടി കുടുംബാംഗങ്ങൾ കൂടിയായ, പാർട്ടിയോട് ആഭിമുഖ്യം പുലർത്തുന്നവരായ ആളുകൾ കൊണ്ടുവന്ന് പണം നിക്ഷേപിക്കുന്നത്. അത് പാർട്ടിയെ വിശ്വസിച്ചാണ്. അത് ഞാൻ അങ്ങേക്ക് പറഞ്ഞു തരേണ്ടതില്ല എന്ന് വിചാരിക്കുന്നു. അല്ല, അതിനാണ് ഞങ്ങൾ കൃത്യമായിട്ട് പറയുന്നത്. കേരള മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. കോൺഗ്രസ് ഭരിക്കുന്നതാവട്ടെ, CPM ഭരിക്കുന്നതാവട്ടെ, BJP ഭരിക്കുന്നതാവട്ടെ, ഏതാണ്ട് 264 സ്ഥാപനങ്ങളിൽ തെറ്റായ നിലയ്ക്ക് കാര്യങ്ങൾ നടന്നത് കേരളത്തിലെ ഗവൺമെൻറ് കണ്ടെത്തിയിട്ടുണ്ട്. ആ ഒരു സഹകരണ സ്ഥാപനത്തിലെയും ഒരു നിക്ഷേപകനും പണം നഷ്ടപ്പെടുന്ന പ്രശ്നമില്ല എന്ന് കേരള സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. മുഖ്യമന്ത്രി വാക്ക് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ കരുവന്നൂരുമായി ബന്ധപ്പെട്ടും മറ്റെല്ലാ ബാങ്കുകളുമായി ബന്ധപ്പെട്ടും പുനരുദ്ധാരണ പദ്ധതികൾ ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് ഇരകളായി തീർന്ന സാധാരണ നിക്ഷേപകരുടെ കാര്യത്തിൽ അവർക്ക് ആ പദ്ധതി പരിഹരിക്കുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങൾ ജാഗ്രതയോടെ സർക്കാർ നടത്തും. മരിച്ചു കഴിഞ്ഞ് മരണാനന്തര ബഹുമതിയായിട്ടാണോ സ്വന്തം നിക്ഷേപം തിരികെ കൊടുക്കേണ്ടത്? ഞാൻ പറയട്ടെ ഇനി ഞാൻ പറയാം. ഇവിടെ CPM-നെ കടന്ന് ആക്രമിക്കുമ്പോൾ ഈ ആക്രമിക്കുന്ന 2 ബിരുദന്മാരും ആരാന്ന് ആലോചിച്ചേ. 18,000 കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ട്. ഇത് CPM അഴിമതി നടത്തി. എന്നിട്ട് എത്ര കോടിയാ? 18,000 കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ട് പദ്ധതിയിലൂടെ എത്ര കോടിയാണ് BJP കോൺഗ്രസ് കൂടെ കൈപ്പറ്റിയത്? ഞങ്ങളൊരു വെള്ളി രൂപ കൈപ്പറ്റിയ പാർട്ടിയല്ല. അതുകൊണ്ട് CPM ഈ തെറ്റായ കാര്യം ചെയ്യാത്ത പാർട്ടിയാണ്. ഇലക്ട്രൽ ബോണ്ട് അഴിമതി ഇല്ലാത്ത പാർട്ടിയാണ്. അങ്ങനത്തെ പാർട്ടിയുടെ തൃശ്ശൂർ ജില്ലയിലെ ഒരു ഗ്രാമത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ബാങ്കിനകത്ത് അതിൻ്റെ ഭരണസമിതിയിൽപ്പെട്ടവരടക്കം തെറ്റു ചെയ്തു എന്ന് ബോധ്യപ്പെട്ടപ്പോൾ വിട്ടുവീഴ്ചയില്ലാതെ നടപടിയെടുത്തൊരു പാർട്ടിയെയും അതിൻ്റെ നേതാക്കന്മാരെയും കൊന്നു തള്ളാൻ നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ കോൺഗ്രസും BJPയും കൂടെ കൂട്ടുകൂടി വന്നാൽ അത് കൈവച്ചാൽ മതി. ഞാൻ പറയട്ടെ കിട്ടുന്ന പണം കയ്യിൽ വെക്കുന്നത് അത് തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അല്ല, ഞാനാണ് അങ്ങയോട് സംസാരിച്ചത്. ഇത് രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ചർച്ചയിൽ എന്താ മനസ്സിലാക്കിയെന്ന് എനിക്കറിയില്ല. നിങ്ങൾ ദയവായിട്ടൊന്ന് ഞാൻ പറയുന്നത് കേൾക്കൂ. ഞാൻ പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കൂ. രാഷ്ട്രീയമായി അവർക്കുള്ള മറുപടി ഞാൻ പറഞ്ഞിട്ടില്ല. കാര്യത്തിലേക്ക് കടക്കൂ. ഇനി ആരാ കാശ് വാങ്ങിച്ചു? MM വർഗീസ് കാശ് കൈ വാങ്ങിച്ചു വെച്ചോ? ചുമ്മാ വിഡ്ഢിത്തര ഒരു ചർച്ച വന്ന് ആരെങ്കിലും പറഞ്ഞ ഉടനെ അത് ശരിയാവുമോ? MM വർഗീസ് ഏത് കാശാണ് വാങ്ങിച്ചത്? ആ കടലാസ് ഒന്ന് കാണിച്ചേ. MK കണ്ണൻ്റെ പേര് പറഞ്ഞു. MK കണ്ണൻ ഈ ബാങ്കുമായിട്ട് തന്നെ ബന്ധം? ഒരാൾ ഇവിടെ പറഞ്ഞല്ലോ MK കണ്ണൻ ഈ ബാങ്കുമായിട്ട് തന്നെ ബന്ധം. പച്ചക്കള്ളല്ലേ പറയുന്നത്?
പി കെ ബിജുവിന് ഈ ബാങ്കുമായിട്ട് തന്നെ ബന്ധം? പി കെ ബിജുവിൻ്റെ പേര് പറഞ്ഞു, എം കെ കണ്ണൻ്റെ പേര് പറഞ്ഞു, AC മൊയ്തീൻ്റെ പേര് പറഞ്ഞു. ഇവരുടെ കോൺഗ്രസ് നേതാക്കന്മാരെല്ലാം ഇങ്ങനെ വാലെ പറഞ്ഞ പേരാ. ഒരു പേരും കൂടി ഉണ്ടല്ലോ ശ്രീ അനിൽകുമാർ. ഇവരുടെ ഔദാര്യം ഒന്നുമല്ലെന്ന്. ഒരു പേരും കൂടി ഉണ്ടല്ലോ. ഞാൻ പറയട്ടെ, ഒരു പേരും കൂടി ഉണ്ടല്ലോ. അങ്ങ് എം കെ കണ്ണന്റെ കാര്യം പറഞ്ഞു, AC മൊയ്തീന്റെ കാര്യം പറഞ്ഞു. ഒരു പേരും കൂടി ഉണ്ട്, അരവിന്ദാക്ഷൻ. എന്താണ് പറയാതിരുന്നത്? ആരുടെ പേരാ? അരവിന്ദാക്ഷന്റെ പേര് നിങ്ങൾ പറഞ്ഞു, എനിക്കറിയില്ല. അങ്ങെന്താണ് പറയാതെ? അതോട് പറഞ്ഞേക്കാം, അത് പറയാത്താണോ? അരവിന്ദാക്ഷനെ ജയിലിലടയ്ക്കാനല്ലേ വേറൊരു അമ്മയുടെ, അരവിന്ദാക്ഷനെ ജയിലിലടയ്ക്കാനല്ലേ അയാളുടെ അമ്മയ്ക്ക് ഇല്ലാത്തൊരു അക്കൗണ്ട് വേറൊരു സ്ത്രീയുടെ അക്കൗണ്ട് ഉണ്ടെന്ന് കള്ളം പറഞ്ഞത്? അല്ല, അതന്ന് നമ്മൾ ചർച്ചയിൽ സംസാരിച്ചിട്ടുണ്ട്. അത് നമ്മൾ അന്ന് വലിയ തോതിൽ ഇഡിക്കെതിരെ വിമർശനമായി ഉന്നയിച്ചിട്ടുണ്ട് അനിൽകുമാർ. പക്ഷേ കഴിഞ്ഞ എത്രയോ മാസങ്ങളായി അരവിന്ദാക്ഷൻ ജയിലിലാണ്. അദ്ദേഹം ജാമ്യാപേക്ഷ നൽകുന്ന സമയത്ത് അദ്ദേഹത്തിന് അദ്ദേഹം കഴിഞ്ഞ ദിവസം മകളുടെ കല്യാണവുമായി ബന്ധപ്പെട്ട് ഞാനൊന്ന് പറയട്ടെ ശ്രീ അനിൽകുമാർ. അപ്പോ അദ്ദേഹം പുറത്തു വരുന്നത് ഈ ജാമ്യ ഹർജി പരിഗണിക്കുമ്പോഴും ഒക്കെ അങ്ങ് നേരത്തെ പറഞ്ഞു ഹേമന്ത് സോറന്റെ കാര്യത്തിൽ കോടതിയിലെത്തിയപ്പോൾ പൊളിഞ്ഞുപോയി എന്ന്. ഈ പറയുന്ന അരവിന്ദാക്ഷനെ പാർട്ടി അങ്ങനെ അങ്ങ് തള്ളിക്കളഞ്ഞതാണോ? അദ്ദേഹത്തിന് വേണ്ടിയുള്ള നിയമ പോരാട്ടം എവിടെ എത്തി നിൽക്കുന്നു? അതിനുശേഷം ഇത്രയും നാളുകളായി അദ്ദേഹത്തിന് ജയിലിൽ തുടരേണ്ടി വരുന്ന സാഹചര്യം എന്താണ്? കോടതി പ്രാഥമികമായെങ്കിലും ഇഡി പറയുന്നത് മുഖവിലക്കെടുക്കുന്നുണ്ടല്ലേ? അവിടെയാണ് മാധുവിന് ഇതുവരെ മനസ്സിലാകാത്ത കാര്യം. PMLA നിയമം എന്ന് പറഞ്ഞാൽ എന്താ? PMLA നിയമം എന്ന് പറഞ്ഞാൽ ഒരു മാപ്പുസാക്ഷി പറഞ്ഞു എന്ന് പറഞ്ഞൊരു കീറ്റക്കടലാസ് കൊടുത്താൽ മതി. ഒരു മുഖ്യമന്ത്രി ജയിലിൽ കിടക്കുക ഒരു കീറ്റക്കടലാസിൽ. എന്താ കീറ്റക്കടലാസ്? 2 തവണ മൊഴി കൊടുത്തപ്പോൾ പറയാതിരുന്ന കെജ്രിവാളിൻ്റെ പേര് ഒരാൾ മാപ്പുസാക്ഷി, BJPക്ക് ഇലക്ട്രൽ ബോണ്ട് കൊടുത്തൊരു വീരൻ മാപ്പുസാക്ഷിയാക്കി പുറത്തിറങ്ങിയിട്ട് അവിടെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഒരു മുഖ്യമന്ത്രിയെ ജയിലിലിട്ടിരിക്കുക ഇന്ത്യയിൽ. എന്നിട്ടാണ് ഒരു അരവിന്ദാക്ഷൻ. അല്ല, ഇപ്പൊ അരവിന്ദാക്ഷന്റെ മൊഴിയുടെ പേരിലാണോ കിടക്കുന്നത്? അങ്ങനെയാണോ? ചെയ്യാനുള്ള അങ്ങ് ചെയ്യാ. അല്ല, അങ്ങനെയാണോ? അല്ല, ചെയ്തതിന്റെ പേരിലാണ് ഇപ്പോൾ അരവിന്ദാക്ഷൻ കിടക്കുന്നത്. ഈ അരവിന്ദാക്ഷനെ ചോദ്യം ചെയ്യാൻ വിളിച്ചപ്പോഴും അറസ്റ്റ് ചെയ്തപ്പോഴും ഒക്കെ ഇതേ രാഷ്ട്രീയ വേട്ടയുടെ കഥയായിരുന്നല്ലോ CPMന്റെ നേതാക്കളും ഒക്കെ പറഞ്ഞിരുന്നത്. എന്നിട്ട് ആ വേട്ടക്കിരയായി ജയിലിൽ പോയി കിടക്കുകയല്ലേ? എന്തുകൊണ്ടാണ് പുറത്തിറക്കാൻ കഴിയാത്തതൊന്നുമില്ല എങ്കിൽ? ഞങ്ങൾ പറയുന്നത് PMLA കേസിനകത്ത് സാധാരണഗതിയിൽ ഒരാൾക്ക് ജാമ്യം കിട്ടാൻ സാധ്യതയില്ല. അങ്ങനെ ജാമ്യം കിട്ടുന്ന റെയർ കേസുകളിലേ ഉള്ളൂ. ഇപ്പോൾ അരവിന്ദാക്ഷൻ ജാമ്യത്തിലാണ്. പിന്നെ കുറ്റപത്രം വരട്ടെ, അവർ കൈകാര്യം ചെയ്യട്ടെ. ഞാൻ ചോദിക്കുന്ന ചോദ്യം എന്താണ്? CPMന് എന്ത് പറ്റി? CPIMന് ഏത് ഫണ്ട്? നിങ്ങൾ തൃശ്ശൂർ കയറി ഞെട്ടിയല്ലോ ഇലക്ഷന് മുന്നേ. CPM ജില്ലാ കമ്മിറ്റിയുടെ 1 കോടി പിടിച്ചു, 1 കോടി രൂപ ഫ്രീസ് ചെയ്തു. എന്തായിരുന്നു ഇവിടുത്തെ കോലാഹലം? എന്നിട്ട് ആ കേസ് എന്നായി? CPM ജില്ലാ കമ്മിറ്റിയുടെ 1 കോടി എന്നായി? ഇവർ വിഴുങ്ങിയ അല്ല, എന്നിട്ട് എന്തായി? അന്ന് പാർട്ടി സെക്രട്ടറി അടക്കം വന്നിട്ട് നിങ്ങൾക്കെതിരെ നടക്കുന്ന രാഷ്ട്രീയ വേട്ടയാണ് അല്ല എന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ. ഇതൊന്നും സംഭവിക്കാനിട്ടാണോ പറഞ്ഞത്? അല്ല, ഒരു ചുക്കും നടന്നില്ലല്ലോ. CPMന്റെ 1 കോടി രൂപ കൊണ്ടുപോയാ? ഇല്ലല്ലോ, അവിടെ കിടപ്പുണ്ട്. എന്താ കാരണം? അതിലെ പാൻ നമ്പർ അടിച്ചു ചേർത്തപ്പോൾ ആ ബാങ്കിലെ ഒരു ഉദ്യോഗസ്ഥന് തെറ്റുപറ്റി. അതിന് മാപ്പ് പറഞ്ഞ് CPMന് കത്ത് കിട്ടി. മാപ്പ് പറഞ്ഞു CPMന് കത്ത് കിട്ടിയത് ലോകത്താരും അറിയില്ലല്ലോ. അപ്പോൾ സുരേഷ് ഗോപി ജയിച്ചു പോയല്ലോ. CPMന്റെ അക്കൗണ്ടിൻ്റെ പാൻ നമ്പർ അടിച്ചു കയറ്റിയപ്പോൾ ബാങ്കിലെ ഒരു ഉദ്യോഗസ്ഥന് ഒരു തെറ്റുപറ്റി. ആ തെറ്റുപറ്റിയതാണെന്നും അതിന്റെ ഭാഗമായിട്ടാണ് ഈ കൺഫ്യൂഷൻ ഉണ്ടായെന്ന് പറഞ്ഞ് CPMന് അതൊക്കെ നമുക്ക് ചോദിക്കാം. അതൊക്കെ നമുക്ക് ചോദിക്കാം. എനിക്ക് അങ്ങയോട് മാത്രം സംസാരിച്ച പോരാ. എനിക്ക് അങ്ങയോട് മാത്രം സംസാരിച്ച പോരാ. എനിക്ക് മറ്റൊരുത്തികളിലേക്ക് പോകണം. ശ്രീ അനിൽകുമാർ, അങ്ങേക്ക് രാഷ്ട്രീയമായ മറുപടി പറയാനും സാങ്കേതികമായ മറുപടി പറയാനും ഒക്കെ ധാരാളം സമയം ഈ ചർച്ചയിൽ ഏറ്റവും കൂടുതൽ സമയം അനുവദിച്ചു തരുന്നത് അങ്ങേക്കാണ്. അങ്ങത് മനസ്സിലാക്കുമെന്ന് ഞാൻ വിചാരിക്കുകയും ചെയ്യുന്നു. ശരി, ഒറ്റ വാദമേ ഉള്ളൂ. അതും കേൾക്കാൻ തയ്യാറാണ്. ഒറ്റവാദിയുള്ളൂ. BJPക്കാരോടും കോൺഗ്രസ്സുകാരോടും പറയാണ്, നിങ്ങൾക്ക് സൗകര്യമുള്ളെല്ലാം ചെയ്യ്. ചോണയുണ്ടെങ്കിൽ ഒരു കടലാസ് ഇന്ന് ഹാജരാക്ക്. ചോണയുണ്ടെങ്കിൽ ഒരു കടലാസ് ഇന്ന് ഹാജരാക്ക്. ഇവിടെ ബഹുമാനപ്പെട്ട മാധു പറഞ്ഞല്ലോ. ശരി, അല്ലല്ല, അത് അങ്ങനെ നടത്തുന്ന രാഷ്ട്രീയമായ വെല്ലുവിളിയാണ്. പക്ഷെ BJP പറയുന്നത് BJPയുടെ താല്പര്യമല്ല ഇത് എന്നാണ്. പിന്നെ അവർക്ക് കടലാസ് കാര്യമില്ല. അല്ല, അതിന്റെ രാഷ്ട്രീയ ഉത്തരവാദിത്വം BJP ഏറ്റെടുക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം. BJP ഏറ്റെടുത്താലല്ലേ അവർക്ക് കടലാസ് പുറത്തിറക്കാൻ കഴിയുള്ളൂ. അവർക്ക് ഇഡിയുടെ ഇടപാടിൽ രാഷ്ട്രീയമായ ബാധ്യതയില്ല എന്നുള്ളതാണ് അവർ പറഞ്ഞു വെക്കുന്നത്. ഞാൻ അങ്ങനെയൊക്കെ വരാം. ശരി, ശ്രീ അനൂപ്, ശരി, ഇഡിയെ വെല്ലുവിളിക്കൂ. ശരി, ഇഡിയെ വെല്ലുവിളിക്കുന്നു. നമുക്കത് ചോദിക്കാം. ശ്രീ കൃഷ്ണദാസിനോട് ചോദിക്കാം. ശ്രീ അനൂപ്, അടിസ്ഥാന വർഗ വിഭാഗത്തിന്റെ
അടിസ്ഥാനവർഗ രാഷ്ട്രീയത്തിൻ്റെ അതിൻ്റെ നിലനിൽപ്പിനെയൊക്കെ ചോദ്യം ചെയ്യുന്ന ഒരു ഫാസിസ്റ്റ് സമീപനം മാത്രമായിട്ടാണ് ഇപ്പോൾ ഇത് വിശദീകരിക്കപ്പെടുന്നത്. എന്തുകൊണ്ടാണ് അവിടുത്തെ ഇരകളെ, അവരുടെ പ്രശ്നങ്ങളെ ഇപ്പോഴും അഡ്രസ്സ് ചെയ്യാൻ കഴിയാത്തത്? ഇപ്പോൾ ഏതാണ്ട് 100 ബാങ്കുകളുടെ ഒരു കൺസോർഷ്യം രൂപീകരിച്ചു. 160 ബാങ്കുകളുടെ 100 കോടി രൂപയുടെ ഒരു പാക്കേജ്, രക്ഷാ പാക്കേജ് ഉണ്ടാക്കി. മാധ്യമങ്ങളടക്കം വാർത്ത കൊടുത്തു. പല കൺസോർഷ്യങ്ങൾ, പല ബാങ്കുകൾ, പല സഹകരണ സംഘങ്ങൾ കരുവന്നൂരിൽ കൂടുതൽ നിക്ഷേപം നടത്തുന്നു. നമ്മുടെ ഒരു സഹകരണ സ്ഥാപനം അത് രക്ഷപ്പെട്ടു പോകേണ്ടത് കേരളത്തിന്റെ ആവശ്യമാണ് എന്ന നിലയ്ക്ക്. എന്നിട്ടും ഇപ്പോഴും ഇരകൾക്കു നീതി കിട്ടാൻ കഴിയാത്തൊരു സാഹചര്യം അവിടെ ഉണ്ടാകുന്നത് എന്തുകൊണ്ടായിരിക്കും? അനിൽകുമാറിനെ പോലെ ഒരു നേതാവ് ആരെയാണ് കബളിപ്പിക്കാൻ ശ്രമിക്കുന്നത്? അദ്ദേഹം ജനങ്ങളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുകയാണ്. അദ്ദേഹം പറയുന്നത്, ഇപ്പോഴും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഫാസിസ്റ്റ് വിരുദ്ധ സമരമാണെന്നാണ്. എന്താണ് ഫാസിസ്റ്റ് വിരുദ്ധ സമരം? ഒരു പൊളിറ്റിക്കൽ കോസിന് വേണ്ടി സമരം ചെയ്യുന്നതിനാണ് ഫാസിസ്റ്റ് വിരുദ്ധ സമരം എന്ന് പറയുന്നത്. ഇവിടെ ഏത് തരത്തിലുള്ള സമരമാണ് നടന്നത്? ജനങ്ങളുടെ, പാവപ്പെട്ടവരുടെ ആധാരം 2 തവണ 3 തവണ പറ്റിച്ച് പണയം വെച്ച് കൊള്ളപ്പലിശയ്ക്ക് ഇത് കൊടുത്ത് ഒരു സമാന്തര അധോലോകം ഉണ്ടാക്കുന്നതിനാണ് അദ്ദേഹം ഫാസിസ്റ്റ് വിരുദ്ധ സമരം എന്ന് പറയുന്നത്. ഇവിടെ നേരത്തെ കണ്ണൻ്റെ പേര് അദ്ദേഹം എന്ത് ചെയ്തു എന്ന് ചോദിച്ചു. ഇവരൊക്കെ ചെയ്തത് എന്താ? ജനങ്ങളുടെ പൈസ, കാർഷിക വായ്പ അടക്കമുള്ള ജനങ്ങൾക്ക് ലഭിക്കേണ്ട പൈസ ലോൺ എടുത്ത് അത് കൊള്ളപ്പലിശയ്ക്ക് കരിഞ്ചന്തയിൽ കൊടുക്കുകയാണ്. അങ്ങനെ ഒരു സമാന്തര അധോലോകം കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഉണ്ടാകാത്ത തരത്തിൽ ഒരു സഹകരണ മേഖലയെ അട്ടിമറിച്ചുകൊണ്ട് ഒരു സമാന്തര അധോലോകമായി ഒരു ക്രിമിനൽ മൂലധനം ഉണ്ടാക്കുകയാണ് ചെയ്തത്. പാർട്ടിയുടെ മണി പവറും അതുപോലെ മസിൽ പവർ ഉപയോഗിച്ചുകൊണ്ട് സഹകരണ മേഖലയെ ദുരുപയോഗപ്പെടുത്തുകയാണ് ചെയ്തത്. എന്നിട്ട് അദ്ദേഹം പറയാണ് ഫാസിസ്റ്റ് വിരുദ്ധ സമരം എന്ന്. നിങ്ങൾക്ക് നാണമില്ല? ഇതാണോ ഫാസിസ്റ്റ് വിരുദ്ധ സമരം? ഫാസിസത്തിനെതിരെ തെരുവിൽ ജീവൻ കൊടുത്ത് സമരം ചെയ്യുന്ന അതിൻ്റെ ഇരകളെ നിങ്ങൾ അപമാനിക്കുകയല്ലേ? നിങ്ങൾ എന്താണ് ഈ ഫാസിസ്റ്റ് വിരുദ്ധ സമരം എന്നങ്ങ് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്ന എല്ലാ തെമ്മാടിത്തരത്തെയും ന്യായീകരിക്കാൻ കഴിയുമെന്നാണോ പറയുന്നത്? നിങ്ങൾ ഫാസിസ്റ്റ് വിരുദ്ധ സമരം നടത്തേണ്ടത് സംഘപരിവാറിനെതിരെ നിലപാടെടുത്ത MK കണ്ണനെ പോലെ ഒരു ബാങ്ക് കൊള്ളക്കാരനെ ഇലക്ഷൻ കമ്മിറ്റി ചെയർമാനാക്കി കേരളത്തിൽ സുരേഷ് ഗോപിക്ക് അക്കൗണ്ട് തുറക്കാൻ സഹായിച്ചതാണോ നിങ്ങളുടെ ഫാസിസ്റ്റ് വിരുദ്ധ സമരം? ഞങ്ങൾ പറഞ്ഞതല്ലല്ലോ അത്. ഇവിടെ CPI-യുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന അഭിപ്രായമല്ലേ? MK കണ്ണൻ അദ്ദേഹത്തെ ചെയർമാനാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു, അദ്ദേഹം സ്വീകാര്യനല്ലെന്ന് പറഞ്ഞു, എന്നിട്ട് അദ്ദേഹത്തെ വെച്ചുകൊടുത്തു. ഇവിടെ കൃത്യമായി ഞങ്ങൾ പറയുന്ന, തുടർച്ചയായി ഉന്നയിക്കുന്ന ഒരു കാര്യമുണ്ട്. ഞങ്ങൾ പറയട്ടെ, താങ്കൾ പറയുമ്പോൾ താങ്കൾ പറയുന്നതൊക്കെ കേട്ടല്ലോ, താങ്കൾക്ക് താങ്കളുടെ ഊഴത്തിൽ മറുപടി പറയാം. താങ്കൾ ഇവിടെ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് അല്ലല്ല MK കണ്ണൻ ഈ കേസുമായിട്ട് ബന്ധമില്ല. എന്റെ അഭിപ്രായമാണ്. എന്റെ അഭിപ്രായമാണെന്നേ. വ്യക്തിപരമാണ്. ഞാൻ ചോദിക്കുന്നു. മാധുവിന്റെ അഭിപ്രായമല്ലോ, ഞാൻ എന്റെ അഭിപ്രായമാണ് പറയുന്നത്. അല്ല, അതിന്റെ എന്നോടുള്ള ചോദ്യമാണല്ലോ. ഞാൻ അതിലൊരു പെട്ടെന്നൊരു ക്ലാരിഫിക്കേഷൻ വരുത്തിയതിനു ശേഷം ഞാൻ അങ്ങേക്ക് ആ സമയം അനുവദിച്ചു തരാം. ശ്രീ അനിൽകുമാർ, ഇപ്പൊ കേന്ദ്ര സർക്കാർ രാഷ്ട്രീയമായി ഇടപെടുന്നു എന്ന് അങ്ങ് ഈ ചർച്ചയിൽ ആരോപിച്ചിട്ടുണ്ട്. അതിലിപ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു അഭിപ്രായം പറയാൻ പറ്റുമോ? ED ഒരു ദേശീയ അന്വേഷണ ഏജൻസിയാണ്. അതിനെ കേന്ദ്ര സർക്കാർ നിയന്ത്രിക്കുന്നു എന്ന് സംശയലേശമന്യേ പറയാൻ കഴിയുന്ന ഒരു തെളിവും എൻ്റെ മുന്നിലില്ല. രാഷ്ട്രീയമായിട്ടാണ് അത് പറയാൻ കഴിയുക. ED-യുടെ മുൻകാല ചെയ്തികൾ ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ആരോപിക്കാം, അല്ലേ? പക്ഷെ അങ്ങ് ഈ ചർച്ചയിൽ വരുന്ന സമയത്ത്, അങ്ങ് അത് പറയുന്ന സമയത്ത് ഞാൻ മിണ്ടുന്നുണ്ടോ? ഇല്ല. ഇനി ED-യുടെ നടപടി തോന്നിയവാസമാണ് പറഞ്ഞാരാണ്? പാർട്ടി സെക്രട്ടറിയാണ്. ED-യുടെ നടപടി തോന്നിയവാസമാണ് എന്ന് അങ്ങും അങ്ങയുടെ പാർട്ടി സെക്രട്ടറിയും പറയുമ്പോൾ അത് മാധ്യമങ്ങൾക്ക് വസ്തുതാപരമായി തെളിയിക്കാൻ കഴിയുന്ന ഒന്നല്ല. അതും രാഷ്ട്രീയമായ ആരോപണമാണ്. ചർച്ചയിൽ അങ്ങനെ പലതരം ആരോപണങ്ങൾ ഉണ്ടാകും. അതിനിപ്പോൾ എനിക്ക് ഡിഫെൻഡ് ചെയ്യേണ്ട ബാധ്യതയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന്റെ രാഷ്ട്രീയ പ്രതിനിധികൾ മറുപടി പറയും. അങ്ങനെയേ പോകൂ. അനൂപ് തുടരാം. അല്ലല്ല അവിടെ ഒറ്റ വാക്കേ ഉള്ളൂ. അനൂപ് തുടരാം. ഞാൻ അങ്ങയിലേക്ക് അടുത്ത ഊഴത്തിൽ വരുമല്ലോ. അങ്ങ് ആ സമയത്ത് മറുപടി പറയണം ശ്രീ അനിൽകുമാർ. മറ്റുള്ളവരുടെ അവസരം ഇങ്ങനെ കവർന്നെടുക്കരുതേ. അനൂപ് തുടരാം. ബഹുമാന്യനായ അനിൽകുമാറിനെ സംബന്ധിച്ച്
MK കണ്ണൻ എന്ന് പറയുന്നത് തൃശ്ശൂർ ചെഗുവേരയാണ്, ഫാസിസ്റ്റ് വിരുദ്ധ പോരാളിയാണെന്ന് വിശ്വസിക്കാനുള്ള എല്ലാ അവകാശവുമുണ്ട്. പക്ഷെ സാധാരണക്കാരെ സംബന്ധിച്ച് അദ്ദേഹം ഇവിടെ ബാങ്ക് ലോണുകൾക്ക് കമ്മീഷൻ മേടിക്കുകയും സാധാരണക്കാരെ പിഴിയുകയും ഇത്തരം കൊള്ളകളിൽ വളരെ കൃത്യമായ പങ്കാളിത്തമുള്ള ആസൂത്രിതമായ ഒരു അധോലോകം തൃശ്ശൂരിലുണ്ടാക്കിയ ആളാണ്. പാർട്ടി അനുഭാവികളായ ആളുകളോടടക്കം അങ്ങ് ചോദിക്കണം. എൻ്റെ അഭിപ്രായം തന്നെയാണ്, ഞാൻ ആധികാരികമായിട്ടാണ് പറയുന്നത്, അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്താണ് പറഞ്ഞത്. മാതൃഭൂമി തന്നെ നടത്തിയ ഈ ചർച്ചയിൽ മുൻപേ ഞാൻ ഈ അഭിപ്രായം പറഞ്ഞിട്ടുള്ളതാണ്. അതിൻ്റെ എല്ലാവിധ കോൺസിക്വൻസസും ഏറ്റെടുക്കാൻ തയ്യാറാണ്. MK കണ്ണനെ പോലുള്ള ആളുകൾ നടത്തുന്നത് ബാങ്ക് കൊള്ളയാണ്. ലിറ്ററലി ഐ മീൻ ദാറ്റ്. അക്ഷരാർത്ഥത്തിൽ ഞാനത് ആവർത്തിക്കുന്നു, അതിനൊരു സംശയവുമില്ല. ഇവിടെ ഇത്തരം ഞാൻ എതിർക്കുന്നത്, നിങ്ങൾ ഇപ്പോൾ CPM-നെ സംബന്ധിച്ച് ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ്. രാജസ്ഥാനിലടക്കം ഹരിയാനയിലടക്കം കർഷക സമരത്തിൽ പങ്കെടുത്തിട്ടുള്ള പല നേതാക്കന്മാരുണ്ട്. അവർ ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ MK കണ്ണൻ ബാങ്കിലെ പണമെടുത്ത് വട്ടിപ്പലിശയ്ക്ക് പുറത്ത് കാശ് കൊടുത്താൽ അത് ഫാസിസ്റ്റ് വിരുദ്ധ സമരമാണെന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ നിർവാഹമില്ല. അനിൽകുമാറെ, എല്ലാവിധ ആദരവോടും കൂടി അങ്ങയോട് പറയാനുള്ളതാ. പിന്നെ കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും ബാങ്കിൽ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെങ്കിൽ അതിനെ ഒന്നും ന്യായീകരിക്കാൻ ഞങ്ങളില്ല. ഞങ്ങളതിന് നിയമപരമായും രാഷ്ട്രീയമായും പ്രതിരോധിക്കുമെന്ന് ഞങ്ങളുടെ പ്രതിപക്ഷ നേതാവ് പറയില്ല, ഞങ്ങളുടെ പാർട്ടിയുടെ പ്രസിഡന്റ് പറയില്ല. ഞങ്ങൾ പറയുന്നത് ഇത്തരം അപഭ്രംശങ്ങൾ, ഡീവിയേഷൻസ് ആരുടെ ഭാഗത്തു നിന്നുണ്ടായാലും അതിനെ പ്രതിരോധിക്കുന്ന. പിന്നെ ഇവിടെ BJP-യുടെ വക്താവ് പറയുന്നത് എന്താ? ഞങ്ങൾക്ക് അടുത്ത കാലത്ത് തിരഞ്ഞെടുപ്പൊന്നും ഇല്ലല്ലോ എന്നാ. പക്ഷേ BJP-യെ സംബന്ധിച്ച് അത് ആസൂത്രിതമായി എങ്ങനെയാണ് കാര്യങ്ങൾ പ്ലാന്റ് ചെയ്യുന്നത് എന്ന് നമുക്കറിയാം. ഇപ്പോൾ തൃശ്ശൂർ മേയറുമായി ഞാൻ ഈ ചർച്ചയിൽ നിരന്തരം ചോദിച്ചു. LDF-ന്റെ ഒരു മേയർ വളരെ പരസ്യമായി സുരേഷ് ഗോപിയെ സ്വീകരിച്ച് ആനയിക്കുകയാണ്. CPM-ന്റെ പൊളിറ്റിക്കലായുള്ള ഒരു അനുമതി ഇല്ലാതെ അതെങ്ങനെയാണ് സാധ്യമാകുന്നത്? ഈ ഇലക്ഷനിലുടനീളം അത് പ്രവർത്തിച്ചിട്ടില്ലേ? എങ്ങനെയാണ് നിഷേധിക്കാൻ പറ്റുന്നത്? തീർച്ചയായും ഇത് വരും നാളുകളിലേക്കുള്ള BJP-യുടെ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. BJP തൃശ്ശൂരിൽ, കേരളത്തിൽ അവർ നടത്തിയ ആദ്യത്തെ പൊളിറ്റിക്കൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് കരുവന്നൂരുമായി ബന്ധപ്പെട്ട. വരുന്ന ആളുകളിലും അതിനെ വിളവെടുപ്പ് നടത്താൻ BJP ശ്രമിക്കുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങളെ സംബന്ധിച്ച് സംശയമില്ല. നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞത് ആവർത്തിക്കുകയാണ്. DK ശിവകുമാർ എവിടെ കിടക്കുന്നു? MK കണ്ണൻ എവിടെ കിടക്കുന്നു? DK ശിവകുമാർ എവിടെ കിടക്കുന്നു? MM വർഗീസ് എവിടെ കിടക്കുന്നു? ശരി, ശ്രീ കൃഷ്ണദാസ്, ഇപ്പോ ഇലക്ഷൻ സമയത്ത് ED-യുടെ നടപടി ഉണ്ടാകുന്ന സമയത്ത്, ചോദ്യം ചെയ്യാൻ MK കണ്ണനെയൊക്കെ വിളിക്കുന്ന സമയത്ത് ഒക്കെ, അവിടെ പരിശോധന നടത്തുന്ന സമയത്തൊക്കെ പാർട്ടി സെക്രട്ടറി അടക്കം പറഞ്ഞ കാര്യം എന്താണ്? ED BJP-ക്ക് വേണ്ടി, കേന്ദ്ര സർക്കാരിന് വേണ്ടി കൂലിക്ക് പണിയെടുക്കുന്നു എന്നാണ്. അതാണ് അന്ന് നടത്തിയ ഒരു പ്രയോഗം എന്ന് പറയുന്നത്. കുറച്ചു മുമ്പ് അഡ്വക്കേറ്റ് അനിൽകുമാർ പറയുന്നത് അങ്ങ് കേട്ടു കാണും. നിങ്ങൾ ചെയ്യാനുള്ളതങ്ങ് ചെയ്യൂ. ഈ പറയുന്ന ED-യെ, BJP-യെ, കേന്ദ്ര സർക്കാരിനെ ഒക്കെ വെല്ലുവിളിക്കാനുള്ള ആത്മവിശ്വാസമുണ്ട് CPM-ന്. നിങ്ങൾ ആരെ അറസ്റ്റ് ചെയ്താലും അവരൊക്കെ ഈ പറയുന്ന നിങ്ങളുടെ രാഷ്ട്രീയമായ വേട്ടയ്ക്ക് PMLA ആക്ടിന്റെ പരിരക്ഷയുള്ളത് കൊണ്ട് മാത്രം അകത്തു കിടക്കുന്ന ഇരകളാണ്. അങ്ങനെ അകത്തു കിടന്ന് പുറത്തു വന്നവരുടെ ഉദാഹരണം അടക്കമാണ് പറയുന്നത്. നിങ്ങൾക്ക് രാഷ്ട്രീയ താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ പോയ കാല അനുഭവങ്ങളിൽ നിന്ന് CPM-നും കോൺഗ്രസിനും അത് വിശ്വസിക്കുക ബുദ്ധിമുട്ടായിരിക്കും. മാധു, പ്രിയപ്പെട്ട അനിൽകുമാർ ഇവിടെ ED-യെ വെല്ലുവിളിക്കുന്നത് കേട്ടു, BJP-യെ വെല്ലുവിളിക്കുന്നത് കേട്ടു. പ്രിയപ്പെട്ട അനിൽകുമാർ, താങ്കൾ ചെയ്യേണ്ടത് ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഈ സംഗതികളുണ്ടല്ലോ, ഇതിൻ്റെ 10% എടുത്തുകൊണ്ട് താങ്കളുടെ പാർട്ടി കമ്മിറ്റിയിൽ ഒരു വെല്ലുവിളി നടത്തണം. ഈ നിക്ഷേപകർക്ക് ഈ പണം എത്രയും പെട്ടെന്ന് കൊടുക്കണമെന്ന് ഇതിൻ്റെ ഒരു 10% ആർജവത്തിൽ താങ്കൾക്ക് പാർട്ടി കമ്മിറ്റിയിൽ പറയാൻ സാധിച്ചു കഴിഞ്ഞാൽ ആ പാവപ്പെട്ട നിക്ഷേപകർ രക്ഷപ്പെട്ടു പോകും. ഇപ്പോഴും അവിടുത്തെ ആളുകൾ 25,000-ഉം 50,000 രൂപയും പിൻവലിക്കാൻ സാധിക്കാതെ നിൽക്കുന്ന സാഹചര്യമുണ്ട്. താങ്കൾ അത് മനസ്സിലാക്കൂ. താങ്കൾ ഈ ED-യെ വെല്ലുവിളിച്ചിട്ട് എവിടെയും എത്താൻ പോകുന്നില്ല. കാരണം 16 FIR ഇട്ടത് നിങ്ങളാണ്. നിങ്ങൾ പറയുന്ന കരുത്തനായ മുഖ്യമന്ത്രി 16 FIR ഇട്ടു എന്ന് നിങ്ങൾ അവകാശവാദം ഉന്നയിക്കുമ്പോൾ
അതിൻ്റെ അടിസ്ഥാനത്തിലല്ലേ ഇ ഡി അന്വേഷണം വന്നത്. ഇ ഡി അന്വേഷണം നടത്തുമ്പോൾ നിങ്ങൾ അതുമാത്രം എന്താ നിങ്ങൾ രാഷ്ട്രീയ പ്രേരിതം എന്ന് പറയുന്നത്? അപ്പം മുഖ്യമന്ത്രി ചെയ്യുന്ന സമയത്ത് അത് വളരെ കൃത്യമായി ചെയ്തു, 16 FIR ഇട്ടു എന്ന് നിങ്ങളൊരു അവകാശവാദം ഉന്നയിക്കുക. ഇ ഡി അതിൻ്റെ ഒരു ലോജിക്കൽ കൺക്ലൂഷനിൽ ആരാണ് ഈ തട്ടിപ്പ് നടത്തിയത് എന്ന് കൃത്യമായിട്ട് ആ ഒരു പാതയിൽ പോകുന്ന സമയത്ത് നിങ്ങളൊരു ആരോപണം ഉന്നയിക്കുന്നു, ഇത് രാഷ്ട്രീയ പ്രേരിതമാണെന്ന്. അവിടെ നടന്ന തട്ടിപ്പിൻ്റെ എന്താണ് അവിടുത്തെ മോഡസ് ഓപ്പറാൻഡി? എന്താ പദ്ധതി? ജില്ലാ കമ്മിറ്റിയിലെ പ്രധാനപ്പെട്ട ആളുകൾ, ജില്ലാ സെക്രട്ടറി പറയുന്ന ആളുകൾക്ക് ലോൺ കൊടുക്കുന്നു. ആ ലോൺ കൊടുക്കുന്നത് എങ്ങനെയാ? അതിന് കമ്മീഷൻ വാങ്ങിക്കുന്നു. 1 ലക്ഷം രൂപ വിലയുള്ള വസ്തു പണയപ്പെടുത്തിയിട്ട് നിങ്ങൾ 5 ലക്ഷവും 10 ലക്ഷവും നിങ്ങൾ വായ്പ കൊടുക്കുന്നു. എങ്ങനെയാ നിക്ഷേപകർക്ക് എങ്ങനെ നിങ്ങൾ പണം തിരിച്ചു കൊടുക്കും? സാധിക്കില്ല. കാരണം അതിൻ്റെ 100 ഇരട്ടി പണം നിങ്ങൾ വായ്പയായിട്ട് കൊടുത്തു കഴിഞ്ഞു. ആ വായ്പയൊന്നും തിരിച്ചു വരാൻ പോകുന്നില്ല എന്ന് നിങ്ങൾ അറിഞ്ഞുകൊണ്ട് ഈ തട്ടിപ്പിന് കൂട്ടുനിൽക്കുകയായിരുന്നു. അങ്ങനെ നിർദ്ദേശം കൊടുത്ത ആളുകളെയാണ് ഇപ്പോൾ ഇ ഡി പിന്നാലെ പോകുന്നത്. അല്ലാണ്ട് അവിടുത്തെ ക്ലർക്കിനെയും ഓഫീസറിനെയും പിന്നാലെ അല്ല പോകുന്നത്. പിന്നെ താങ്കൾ സൂചിപ്പിച്ചു ഒരു കൺഫെഷൻ സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയെന്ന്. വെറും ഒരു കൺഫെഷൻ സ്റ്റേറ്റ്മെൻ്റ് അല്ല, 164 സ്റ്റേറ്റ്മെൻറ്റ് മജിസ്ട്രേറ്റ് മുമ്പാകെ രേഖപ്പെടുത്തിയിരിക്കുന്നു. കൃത്യമായി പറഞ്ഞിരിക്കുന്നു, ഇന്ന പാർട്ടി നേതാക്കന്മാരാണ് ഞങ്ങൾക്ക് നിർദ്ദേശം തന്നത് ഈ ലക്ഷങ്ങൾ കൈമാറാനെന്ന്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രിയപ്പെട്ട അനിൽകുമാർ ഇ ഡി അന്വേഷിക്കുന്നത്. അല്ലാതെ നിങ്ങൾ ഈ പറയുന്ന ശങ്കരാടിയുടെ രേഖയും വെച്ചിട്ടല്ല അന്വേഷണം നടത്തുന്നത്. അതുകൊണ്ട് സമാധാനമായിട്ടിരിക്കൂ. താങ്കൾക്ക് എന്തെങ്കിലും ഒരു അനിൽകുമാർ പേരെടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു, എം കെ കണ്ണൻ എന്താണ് ബന്ധം കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട്? എന്താണ് AC മൊയ്തീന് അവിടെ ബന്ധമുള്ളത്? എന്താണ് PK ബിജുവിന് ബന്ധമുള്ളത്? ഇവരൊക്കെ CPM-ന്റെ തലപ്പത്തിരിക്കുന്ന നേതാക്കൾ, കേരളത്തിൽ മുഖമുള്ള നേതാക്കൾ എന്നതുകൊണ്ട് മാത്രം രാഷ്ട്രീയമായ ആക്രമണത്തിന് ഇരയാവുകയാണോ? ഒരിക്കലുമല്ലല്ലോ. അതല്ലേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. മജിസ്ട്രേറ്റ് മുമ്പാകെ അവിടുത്തെ ജീവനക്കാർ കൃത്യമായ മൊഴി കൊടുത്തിട്ടുണ്ട്. ആ മൊഴിയിൽ ഇവരുടെയൊക്കെ പേര് ഉണ്ടാവും എന്ന് ഞാൻ അനുമാനിക്കുന്നു. കാരണം ഞാൻ കണ്ടിട്ടില്ല, ആ മൊഴി ഞാൻ കണ്ടിട്ടില്ല. കാരണം ഇ ഡി ഒരാളെ ചോദ്യം ചെയ്യാൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും വെറുതെ ആയിരിക്കില്ല. എന്തെങ്കിലും എവിടെയെങ്കിലും ഇവരുടെയൊക്കെ പേര് വന്നിട്ടുണ്ടാവണം. അതുകൊണ്ട് അവിടുത്തെ ജീവനക്കാർ, അവിടുത്തെ ഓഫീസർമാർ, അവിടുത്തെ ബാങ്കിലെ ഈ പറയുന്ന മാനേജ്മെൻറ്റ് കമ്മിറ്റി ഡയറക്ടർമാർ, ഇവരാരെങ്കിലും ഇവരുടെ മൊഴിയിൽ ഇവരുടെ എല്ലാം പേര് പറഞ്ഞിട്ടുണ്ടാവും. ഒരു സംശയവും വേണ്ട. നേരത്തെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച് മാസങ്ങൾ കിടന്നത് വെറുതെയാണ് എന്ന് പറഞ്ഞ ഉദാഹരണം വെച്ചാണ് അനിൽകുമാർ അത് പറഞ്ഞത്. അപ്പൊ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു എന്ന് പറയുന്നത് വെറുതെ ആകില്ല എന്ന ആത്മവിശ്വാസം കുറച്ച് കടന്നതല്ലേ ശ്രീ കൃഷ്ണദാസ്? ഒരിക്കലുമല്ല, 100% ഉറപ്പുണ്ട്. അതായത് ഇ ഡി ഇവരെ എല്ലാം ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുന്നത് ഇവരുടെ എല്ലാം പേര് ഏതെങ്കിലും എല്ലാം സാക്ഷികൾ ഈ പറഞ്ഞ മജിസ്ട്രേറ്റ് മുമ്പാകെ കൊടുത്തിട്ടുള്ള 164 സ്റ്റേറ്റ്മെൻറ്റിൽ ഇവരുടെ പേരുകൾ ഉണ്ടാവും. അല്ലാണ്ട് വെറുതെ ഒരാളെ വിളിക്കില്ലല്ലോ. അനൂപിനെ വിളിച്ചിട്ടില്ലല്ലോ, മാധുവിനെ വിളിച്ചിട്ടില്ലല്ലോ, എന്നെ വിളിച്ചിട്ടില്ലല്ലോ, ഈ അനിൽകുമാറിനെ വിളിച്ചിട്ടില്ലോ ചോദ്യം ചെയ്യാനായിട്ട്? വിളിച്ചിട്ടില്ലല്ലോ. അരവിന്ദാക്ഷന്റെ കാര്യം ചോദിച്ചപ്പോൾ അനിൽകുമാർ പറയുന്നു അരവിന്ദാക്ഷന്റെ അമ്മയ്ക്ക് അവിടെ നിക്ഷേപമുണ്ട് എന്ന് പറഞ്ഞു. മറ്റേതോ ഒരു സ്ത്രീയുടെ അഡ്രസ്സ്, അവരുടെ നിക്ഷേപമാണ് അരവിന്ദാക്ഷന്റെ അമ്മ എന്ന രീതിയിൽ ഇ ഡി കൊണ്ടുപോയി കോടതിയിൽ കൊടുത്തത്. അങ്ങനെ പല കളി കളിക്കുന്നുണ്ടാവും. ഇതെല്ലാം അവസാനം തെളിഞ്ഞു വരാനെടുക്കുന്ന സമയമുണ്ട്. അതിനിടയിൽ ഉണ്ടാക്കുന്ന രാഷ്ട്രീയ മൈലേജ് എന്നുള്ളത് മാത്രം. അല്ല, ഇതിൽ ഞാൻ ഒറ്റ കാര്യം ചോദിക്കട്ടെ. ഇതിൽ ഈ രാഷ്ട്രീയ മൈലേജ് എന്ന് പറയുന്നത് എന്ത് അടിസ്ഥാനത്തിൽ എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം അവിടെ വലിയൊരു വിഭാഗം പാവപ്പെട്ട ജനങ്ങളെ ബാധിച്ചിട്ടുള്ളൊരു വിഷയമാണിത്. എന്നിട്ട് CPM ഈ പറയുന്നത് BJPക്ക് ഇത് രാഷ്ട്രീയ മൈലേജിന് വേണ്ടിയിട്ടാണ് ഇത് ഉയർത്തിക്കൊണ്ടുവരുന്നത് എന്ന്. ഈ കുറ്റക്കാരെ ജയിലിൽ അടക്കണ്ടേ? ഈ പാവപ്പെട്ട ആളുകൾക്ക് പൈസ തിരിച്ചു കൊടുക്കണ്ടേ? ഇതിലെന്ത് രാഷ്ട്രീയ മൈലേജാണ് പറയുന്നത്? അനിൽകുമാർ ഇപ്പം പറയൂ, അനിൽകുമാർ പറയൂ, ഈ പൈസ കൊടുക്കാൻ നിങ്ങൾക്ക് എപ്പോൾ സാധിക്കും? BJP ഈ വിഷയം ഉന്നയിക്കുന്നത് അവസാനിപ്പിക്കാം. ഈ പൈസ നിങ്ങൾക്ക് എപ്പോൾ കൊടുക്കാൻ സാധിക്കും? പറഞ്ഞോളൂ. കുറ്റക്കാരെ ജയിലിൽ ഇടണ്ടേ? പറയൂ, താങ്കളൊന്ന് പറയൂ. ശ്രീ അനിൽകുമാർ, ഈ കുറ്റം ചെയ്ത ആളുകളെ ജയിലിൽ ഇടണ്ടേ? ഓഹരി വിപണിയിൽ എത്ര ലക്ഷം കോടി രൂപ പോയത്? നിങ്ങൾ ഓഹരി വിപണിയിൽ നിക്ഷേപിക്കൂ. ആരാ ആഹ്വാനം ചെയ്തത്? എന്താ അനിൽകുമാർ, ഞാനൊരു ചോദ്യം ചോദിക്കുന്ന സമയത്ത് ഓഹരി വിപണിയുടെ കാര്യമാണോ ഞാൻ താങ്കളോട് ചോദിച്ചത്? ഇത് തന്നെയാണ് നിക്ഷേപിക്കൂ. പറയട്ടെ, രാഷ്ട്രീയ നിക്ഷേപകന്റെ പൈസ പോയപ്പോ
നിക്ഷേപകന്റെ പൈസ പോയപ്പോ വല്ലാത്ത വിഷമല്ലേ? ഓഹരി കുംഭകോണം നടന്നത് മോദിയും അമിത്ഷായും പറഞ്ഞ എന്തിനാ? ഓഹരി കുംഭകോണം നടന്നത് നരസിംഹറാവിന്റെ കാലഘട്ടത്തിലാണ്. അല്ലാണ്ട് മോഡി പറയുന്നത് പിടിക്കേ പറയട്ടെ. BJPക്ക് 402 സീറ്റ് എന്ന് പറഞ്ഞ് വ്യാജമായിട്ട് എക്സിറ്റ് പോൾ സർവേ. എന്നിട്ട് എന്ത് സംഭവിച്ചു? 46 ലക്ഷം കോടി രൂപ ഇന്ത്യൻ ഓഹരി പണിക്ക് പോയി. എന്റെ അനിൽകുമാറെ അന്ന് സെൻസെക്സും ഇന്ന് സെൻസെക്സ് അന്നത്തെക്കാട്ടും കൂടുതലാണ്. ആഭ്യന്തരമന്ത്രിയും പറയട്ടെ. നിങ്ങൾ എന്റെ സമയത്തല്ലേ പിണറായി വിജയനും സമയത്തല്ലേ 46 ലക്ഷം കോടി രൂപ ഇന്ത്യയുടെ സമയത്ത് ഞാൻ താങ്കളോട് ചോദ്യം ചോദിച്ചു. അത്രയും നരേന്ദ്രമോദി അമിത്ഷായും ഓഹരി വിപണിയിൽ നടത്തിയ ആഹ്വാനത്തെ തുടർന്ന് നഷ്ടപ്പെട്ട പാവങ്ങൾക്ക് BJP കാശ് കൊടുക്കോ? അതുകൊണ്ട് കരുവന്നൂർ മാത്രമല്ല, കേരളത്തിലെ ഏത് സഹകരണ ബാങ്കിലും ഒരു നിക്ഷേപകനും ബുദ്ധിമുട്ട് വരണ്ട. കേരള സർക്കാർ അക്കാര്യങ്ങൾ കൈകാര്യം ചെയ്യും. ഇവിടെ നിക്ഷേപ ഗ്യാരണ്ടി ബോർഡ് തന്നെയുണ്ട്. അത് പറയാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലമായല്ലോ. ഇതെല്ലാം കൈകാര്യം ചെയ്യുന്നതിനുള്ള നിയമ സംവിധാനം ഇവിടെയുണ്ട്. രണ്ടാമത്തത്, ഞാൻ ചലഞ്ച് ചെയ്ത കാര്യം എന്താണ്? MK കണ്ണൻ ഒരു കേസിലും പ്രതിയല്ല. ഇവിടെ പറഞ്ഞ് MK കണ്ണൻ ഏതെങ്കിലും ഒരു തരത്തിൽ അവിടെ കൂടുതൽ പലിശയ്ക്ക് കൊടുത്തു ബാങ്കിലെ പൈസ എന്ന് ഒരു തെളിവും ഒരു കോടതിയിലും ഇല്ല. പിന്നെ ഏതെങ്കിലും ഒരാൾ ഇപ്പോൾ എന്താ പറയുന്നത് 164 കൊടുത്തു. അതാണ് BJPക്കാർ ഒരാളെ കൊണ്ട് 164 കേരളത്തിലെ കോടതി മുഴുവൻ നടന്നല്ലോ, ബിരിയാണി ചെമ്പുമായിട്ട്. അവരുടെ 164 എന്ത് ചെയ്തു? എവിടെ പോയി? 164 കൊടുത്തു. നിങ്ങളുടെ 164 ഇലക്ട്രൽ ബോണ്ട് വാങ്ങിച്ചിട്ട് ഒരാളെ പുറത്തേക്ക് വിട്ടത് ഡൽഹിയിൽ കേജ്രിവാളിനെ പിടിക്കാൻ. അതും 164 ആയിരുന്നു. മാപ്പുസാക്ഷി ആരാ? മാപ്പുസാക്ഷി ഈ ക്രമക്കേട് കാണിച്ച മാനേജർ മാപ്പുസാക്ഷി. എന്നിട്ടോ ക്രമക്കേട് കാണിച്ച് കാശ് വീട്ടിൽ കൊണ്ടുപോകാൻ പറയുകയാണ്. അത് പാർട്ടി ഓഫീസ് എന്ന് പറഞ്ഞിട്ട് ചെയ്തതാണ്. അങ്ങനെ എഴുതി വെക്കാൻ ഒരു ED. അത് വെച്ചിട്ട് അവരുടെ മൊഴി കൊടുത്താൽ നിങ്ങളെ രക്ഷിച്ചോളാം, BJP ചേർന്നാൽ മതി. ഈ പ്രതികളെല്ലാം BJPയുടെ ഓഫീസിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ശ്രീ അനിൽകുമാർ, ഇപ്പോൾ ED രാഷ്ട്രീയ പ്രേരിതമായ നടപടിയെടുക്കുന്നു, ED വളരെ തിരക്കിട്ട് നടപടിയെടുക്കുന്നു എന്നുള്ളതൊക്കെയാണല്ലോ ആരോപണം. ഹൈക്കോടതി EDയോട് ചോദിച്ചിട്ടുണ്ട്, എന്താണ് കരുവന്നൂർ കേസിൽ നിങ്ങൾ ചെയ്യുന്നത്? നിങ്ങൾ എന്ത് അന്വേഷണമാണ് നടത്തുന്നത്? എന്തുകൊണ്ടാണ് നിങ്ങൾക്കിതിൽ ഒരു കാര്യക്ഷമത ഇല്ലാത്തത് എന്ന് കേരളത്തിന്റെ ഹൈക്കോടതി EDയോട് വിമർശന സ്വരത്തിൽ ചോദിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ, ഈ ചർച്ചയുടെ തുടക്കം മുതൽ അങ്ങ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞത്, കേരളത്തിന്റെ സഹകരണ മന്ത്രി പറഞ്ഞത്, അങ്ങ് പറയുന്നതൊക്കെ കേരളത്തിലെ ഒരു സഹകരണ ബാങ്കിലും, കരുവന്നൂരിലെന്നല്ല ഒരു സഹകരണ ബാങ്കിലും നിക്ഷേപിച്ചവർക്ക് ഒരു ബുദ്ധിമുട്ടും വരില്ല എന്നുള്ളതാണ്. ഈ മരിച്ചുപോയവരൊക്കെ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ സർവ്വസുഖങ്ങളും ഇനി അനുഭവിക്കേണ്ടതില്ല എന്ന് വിചാരിച്ചങ്ങ് മരിച്ചുപോയവരാണോ? അല്ല, നമ്മുടെ നാട്ടിൽ ഒരു ഭരണ സംവിധാനത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുമ്പോൾ തെറ്റുകൾ പറ്റും. അത് സർക്കാരിൽ പ്രവർത്തിക്കുന്നവർക്ക് തെറ്റുകൾ പറ്റും, സഹകരണ ബാങ്കിൽ പ്രവർത്തിക്കുന്നവർക്ക് തെറ്റ് പറ്റും. അതെല്ലാം മനുഷ്യന്മാരാണ്. ഇവിടെ CPMന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി തന്നെയാണ് ഭരണം നടത്തിയത്. അവരുടെ ഭാഗത്തുള്ള പിശകുകളാണ് ഉദ്യോഗസ്ഥന്മാർക്ക് ചെയ്യാൻ അവസരമുണ്ടാക്കി കൊടുത്തത്. അതിൽ CPMന്റെ പ്രവർത്തകരുടെ ഭാഗത്ത് വീഴ്ച വന്നുകൊണ്ട് പാർട്ടി നടപടിയെടുത്തു. ആ ഭരണസമിതിയിൽപ്പെട്ട പല ആളുകളും പ്രതിയായി. ഞങ്ങളങ്ങനെ ശക്തമായ നടപടിയെടുത്താൽ പിന്നെ BJP എന്താ ചെയ്യുന്നത്? ED എന്താ ചെയ്യുന്നത്? ആരാണോ വ്യാജരേഖ ഉണ്ടാക്കി ഈ പണമെല്ലാം അപഹരിച്ചത് അവരെ BJPക്ക് ചേർക്കും. എന്നിട്ട് BJP ചേർത്ത് അവർ മൊഴി കൊടുക്കണം. എന്താ മൊഴി കൊടുക്കേണ്ടത്? ഇതെല്ലാം AK സെൻറ്ററിൽ നിന്ന് പറഞ്ഞിട്ട് ചെയ്തതാണ്, അല്ലെ തൃശ്ശൂരിലെ അഴീക്കോട് സ്മാരകത്തിൽ നിന്ന് പറഞ്ഞിട്ട് ചെയ്തതാണ്. മൊഴി കൊടുത്താൽ പിന്നെ ഇവരെല്ലാം മാലാഖമാരായി. ഇതാണ് EDയുടെ നിയമം. ഇതിനു വേണ്ടി EDയുടെ കടലാസൊന്നും വേണ്ട. കാരണം PMLA ആക്റ്റാണ്. 2021 ED ആരംഭിച്ചത്. 3 കൊല്ലമായിട്ട് പണി നിർത്താറായില്ലേ? 3 കൊല്ലമായില്ല. അവസാനം ഹൈക്കോടതി ശക്തമായിട്ട് പറഞ്ഞപ്പോൾ ഒരു കുറ്റപത്രം കൊണ്ട് കൊടുത്തു. ആ കുറ്റപത്രത്തിൽ CPM ഇല്ല. ഒരു കുറ്റപത്രത്തിൽ CPM ഇല്ല. ഇവിടെ MM വർഗീസിൻ്റെ പേര് പറഞ്ഞില്ല. ഞാൻ 1000 തവണ വെല്ലുവിളിച്ചല്ലോ. MM വർഗീസ് എന്നാ അതിൻ്റെ അകത്ത് കാണിച്ചത്? ചുമ്മാ മാന്യന്മാരായ മനുഷ്യന്മാരുടെ പേരിൽ ആരെങ്കിലും എന്തെങ്കിലും ഒരു മാപ്പുസാക്ഷി ഏതെങ്കിലും കോടതിയിൽ വാറോല എഴുതി കൊടുക്കുകയോ അവിടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ചുരുങ്ങിപ്പോവോ? EDക്ക് ഇങ്ങനെ അനിയന്ത്രിതമായൊരു അധികാരം ഇന്ത്യയിലുണ്ട്. അതുകൊണ്ടാണ് മുഖ്യമന്ത്രിമാർ ജയിലിൽ കിടക്കുന്നത്. പിന്നെ ഇരകൾക്കൊപ്പം നിൽക്കുന്ന ആളുകളാ. ബിൽക്കിസ് ബാനുവിനെ അറിയത്തില്ല എന്ന് പറഞ്ഞ സോണിയാഗാന്ധി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആരാ ബിൽക്കിസ് ബാനു? ഈ ഗുജറാത്തെ ബിൽക്കിസ് ബാനുവിൻ്റെ കേസിന് പോയത് ആര്? CPM. ആ ബിൽക്കിസ് ബാനു എന്ന് പറയുന്നത് ഒരു വ്യക്തി മാത്രമാണ്.
ഞങ്ങൾക്കറിയത്തില്ല. ശരി 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 അവരോടൊപ്പം നിന്ന ആളുകളെ ശരി. ജയിലിൽ പിടിച്ചിട്ടു. കരുവന്നൂർ ബാങ്കിൽ ഒരൊറ്റ ദിവസം കൊണ്ട് ഉദ്യോഗസ്ഥരെല്ലാം ഒരു ഉച്ചയൂണിന്റെ സമയത്ത് തട്ടിച്ചെടുത്ത പണമൊന്നുമല്ല. ഇതിന്റെ ഒരു നാൾ വഴി എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ ജൂലൈ 26-ന് പാർട്ടി നിയോഗിച്ച സമിതിയുടെ റിപ്പോർട്ട് പ്രകാരം ആദ്യം അറസ്റ്റ് ചെയ്യുന്നത് CK ചന്ദ്രനെയാണ്. CK ചന്ദ്രനെയാണ് പാർട്ടി നേതാവാണ് അല്ലെ. അപ്പൊ അങ്ങനെ അവിടെ മുതൽ ഇങ്ങോട്ട് ഭരണസമിതി അംഗങ്ങളെ പ്രതി ചേർത്ത് കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട്. ഭരണസമിതി അംഗങ്ങൾ 4 മുൻ ഭരണസമിതി അംഗങ്ങൾ അറസ്റ്റിലായിട്ടുണ്ട്. ഇവരെല്ലാവരും ഉള്ളതുകൊണ്ടാണ് പാർട്ടിക്ക് ഉത്തരവാദിത്തമില്ലേ എന്ന ആവർത്തിച്ച ചോദ്യം ഉണ്ടാകുന്നത്. പാർട്ടി നേതാക്കളിലേക്കാണ് അന്വേഷണം എന്ന് കൃത്യമായി തിരിച്ചറിയുന്നത് കൊണ്ടാണ് EDയുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളെ പറ്റി CPM പ്രതിരോധം എന്ന നിലയിൽ പറയുകയും ചെയ്യുന്നത്. എന്തായാലും കരുവന്നൂരിൽ ഒരു കലാശപ്പോരിന് കളമൊരുങ്ങുന്നു എന്നുള്ളതാണ് EDയുടെ ഇപ്പോഴത്തെ നടപടികളിൽ നിന്ന് മനസ്സിലാകുന്നത്. വളരെയധികം നന്ദി പാനലിസ്റ്റുകൾക്കും പ്രേക്ഷകർക്കും.